ലക്ഷ്മി വിലാസം ലോ അക്കാഡമി ലോ കോളേജ് ഒരു ചെറിയ കടയല്ല, വലിയ കടയാണ്. ആ കടയിൽ വെന്തതെന്ത്, വേവാതെ പോയതെന്ത്? മലയാളിയുടെ വർത്തമാനകാലത്തിന്റെ വർത്തമാനം കേരള സമിറ്റ് വീണ്ടും പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ദാ വന്നു ദേ പോയി. ഇതൊരു റിയാലിറ്റി ഷോയുടെ ആമുഖവാചകമല്ല. SFI എന്ന പ്രസ്ഥാനം ലോ അക്കാദമി വിഷയത്തിൽ സ്വീകരിച്ച നിലപാടിനെ കുറിച്ചുള്ള രസികമായൊരു കമൻ്റാണ്. ഈ കമന്റ് വസ്തുതയുണ്ടോ എന്നതാണ് കേരള സമിറ്റ് അന്വേഷിക്കുന്നത്. പാചകറാണിയുടെ രുചിക്കൂട്ട് ഒരുപക്ഷെ പുളിച്ചു പോയേക്കാം, പക്ഷേ SFI പോലെ ഒരു സംഘടനയുടെ വിപ്ലവ വീര്യം ലോ അക്കാദമിയുടെ മുമ്പിൽ ചോർന്നുപോയി എന്ന ആരോപണത്തിൽ എത്രമാത്രം കഴമ്പുണ്ട്? കേരള സമിറ്റ് അന്വേഷിക്കുകയാണ്. ലോ അക്കാദമിയുടെ സമരത്തെ മുൻനിർത്തി 4 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. ചോദ്യം നമ്പർ 1, ലോ അക്കാദമി വിഷയത്തിൽ SFI ഒത്തുതീർപ്പിലൂടെ ഒറ്റിക്കൊടുക്കുകയായിരുന്നു എന്ന ആരോപണത്തിൽ എത്രമാത്രം കഴമ്പുണ്ട്? ചോദ്യം നമ്പർ 2, ലക്ഷ്മി നായർ എന്ന പ്രിൻസിപ്പളിന് 5 വർഷക്കാലത്തെ കലാലയ വനവാസം അനുവദിച്ചു കൊടുത്തതിലൂടെ എന്താണ് SFI യഥാർത്ഥത്തിൽ നേടിയത്? ചോദ്യം നമ്പർ 3, രാഷ്ട്രീയ വനവാസവും 17 വ്യവസ്ഥകൾക്കും അപ്പുറം എന്താണ് ഇനി മറ്റു സംയുക്ത വിദ്യാർത്ഥി സംഘടനകൾ കൂടുതലായി നേടുക? JNUവിലും വിക്ടോറിയയിലും മഹാരാജാസിലും പാമ്പാടി നെഹ്റു കോളേജിലും ടോംസിലും SFIയുടെ വിപ്ലവ വീര്യം എന്തുകൊണ്ട് ലോ അക്കാദമിയുടെ ഗേറ്റിന് മുമ്പിൽ കാണാൻ സാധിച്ചില്ല? കേരള സമിറ്റ് അന്വേഷിക്കുകയാണ് ലക്ഷ്മി വിലാസം കോളേജിലെ ഒത്തുതീർപ്പോ ഒറ്റിക്കൊടുക്കലോ. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഇവരാണ്. ABVP ദേശീയ നിർവാഹക സമിതി അംഗം ശ്രീ KV വരുൺ പ്രസാദ്, ASF സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ശ്രീ ജോയ്സ് KJ, SFI ദേശീയ കമ്മിറ്റി അംഗം ശ്രീ മുഹമ്മദ് അഫ്സൽ, വെൽഫെയർ പാർട്ടി വിദ്യാർത്ഥി വിഭാഗം സംസ്ഥാന കോർഡിനേറ്റർ ശ്രീ KS നിസാർ, KSU സംസ്ഥാന സെക്രട്ടറി ശ്രീ KM അഭിജിത്ത് എന്നിവർ. ഞാൻ ശ്രീ മുഹമ്മദ് അഫ്സലിൽ നിന്ന് തുടങ്ങുകയാണ്. ശ്രീ മുഹമ്മദ് അഫ്സൽ, ഈ വിഷയവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് കേരള സമിറ്റ് ചിത്രീകരണത്തിന് പോകുന്നു എന്ന് അറിഞ്ഞ ഉടൻ തന്നെ നമ്മളൊരു ലൈവ് നിശ്ചയിച്ചിരുന്നു. ആ ലൈവുമായി ബന്ധപ്പെട്ട നിരവധി പ്രതികരണങ്ങൾ നമുക്ക് ലഭിച്ചിരുന്നു. അതിൽ നിങ്ങളോട് ചോദിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ചില കമൻറ്റുകൾ, ഏകദേശം ഇതുവരെ അരമണിക്കൂറിനുള്ളിൽ 1300ഓളം ചോദ്യങ്ങളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഏകദേശം 20,000-ഓളം ആളുകൾ ഇതിനകം തന്നെ ഈ ഫേസ്ബുക്ക് ലൈവ് കണ്ടിരുന്നു. അതിൽ ഒരു ചോദ്യം ഇതാണ്: SFI എന്ന് മുൻപൊക്കെ കേൾക്കുമ്പോൾ ഒരു ഗുമ്മുണ്ടായിരുന്നു, ഇപ്പോൾ വെറും കോമഡിയായി പോയോ എന്നൊരു ചോദ്യം. അത് താഹിർ ഭവാസ്. ജാക്സൺ ജോൺ ചോദിക്കുന്നു, എന്തു വന്നാലും SFI കാണിച്ച ഈ നെറുകേട് പാർട്ടിയിൽ വിശ്വസിച്ച് പ്രവർത്തിച്ചവർക്ക് പോലും ഒരു തലപൊക്കി നടക്കാൻ വയ്യാത്ത അവസ്ഥയിലേക്കാണ് ഈ ഒത്തുതീർപ്പ് നാടകം വന്ന് എത്തിച്ചിരിക്കുന്നത്. എന്തുകൊണ്ട്? വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായിരുന്ന SFI വ്യക്തിത്വവും നിലപാടുമില്ലാതെ CPM നേതാക്കൾ കണ്ണുരുട്ടിയപ്പോൾ മൂത്രമൊഴിച്ച് സമരപ്പന്തലിൽ നിന്നും ഓടിയ SFI എന്ന് സിറാജുദ്ദീൻ അബ്ദുള്ള പറയുന്നു. ഇത്തരമൊരു പരിഹാസ്യപരമായ രീതിയിലേക്ക് SFIയെ കൊണ്ടെത്തിച്ചത് ഈ ലോ അക്കാദമിയിലെ സമരത്തിൽ നിങ്ങൾ നടത്തിയ ഒത്തുതീർപ്പാണെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ലോ അക്കാദമി വിഷയത്തിനകത്ത് കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഈ വിഷയം പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ എങ്ങനെയാണ് വരുന്നത് എന്ന് ഓരോ ആളുകൾക്കും അറിയാവുന്ന കാര്യമാണ്. പാമ്പാടി നെഹ്റു കോളേജിലെ ജിഷ്ണുവിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ടാണ് വിദ്യാർത്ഥികൾ അവരുടെ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ച് സമരം നടത്തണമെന്ന ഒരു ബോധത്തിലേക്ക് മുന്നോട്ട് വരുന്നത്. SFIയെ സംബന്ധിച്ച് ലോ അക്കാഡമിയിൽ വ്യത്യസ്തമാർന്ന ക്യാമ്പയിനുകൾ ഏറ്റെടുത്തിട്ടുണ്ട്. സമരത്തിന് വ്യത്യസ്തമാർന്ന രൂപങ്ങളുമുണ്ട്. ഞങ്ങൾ ആദ്യഘട്ടത്തിൽ നിവേദനം തയ്യാറാക്കി അധികാരികൾക്ക് സമർപ്പിച്ചിട്ടുണ്ട്. 9-ാം തീയതി ഞങ്ങൾ അവിടെ ക്യാമ്പയിനും ജനറൽ ബോഡി യോഗം ഉൾപ്പെടെ വിളിച്ചു ചേർത്തിട്ടുണ്ട്. ആ ഘട്ടത്തിലാണ് സംശയം, ഈ പാമ്പാടി നെഹ്റു കോളേജിൽ ഇതൊന്നും കണ്ടില്ലല്ലോ, പോയിച്ചതങ്ങ് എറിയായിരുന്നില്ലേ, എല്ലാം തകർക്കുകയായിരുന്നില്ലേ? നെഹ്റു കോളേജുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള വൈകാരിക വിഷയം പോലെയല്ല നമുക്ക് ലോ അക്കാദമിയുമായി ബന്ധപ്പെട്ട പേരെടുത്ത് വിശേഷിപ്പിച്ചത് വൈകാരിക വിഷയമല്ലേ? നെഹ്റു കോളേജുമായി ബന്ധപ്പെട്ട വിഷയത്തിനകത്ത് ജിഷ്ണു പ്രണോയ് എന്ന് പറഞ്ഞ ഒരു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്യുകയാണ്. ആത്മഹത്യ ചെയ്യേണ്ടി വന്നിരുന്നോ നിങ്ങൾക്ക് ഇടപെടാൻ? ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നു എന്നുള്ളത് അവിടെയുള്ള വിഷയത്തെ സംബന്ധിച്ച് നാം തിരിച്ചറിയണം. SFIക്ക് വലിയ സ്വാധീനമില്ലാത്ത, സംഘടനാ സ്വാതന്ത്ര്യമില്ലാത്ത ഒരു സ്ഥാപനമാണ് നെഹ്റു കോളേജ്. ആ നെഹ്റു കോളേജിനകത്ത് ഇവിടെ സെൽഫ് ഫിനാൻസിങ് കോളേജുമായി ബന്ധപ്പെട്ട് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അവിടെ സംഘടനാ സ്വാതന്ത്ര്യം ഇല്ല എന്നുള്ളത്. അതുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു വിഷയമുണ്ടായ സമയത്ത് ആരാണ് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുന്നത്? എത്ര മാധ്യമങ്ങൾ അതിനെ മൂടിവെക്കുകയുണ്ടായി? ഞങ്ങൾ കൃത്യമായി ഇടപെട്ടു. ഞങ്ങൾ സമരം നടത്തി, പ്രക്ഷോഭം നടത്തി, ഇടിമുറികൾ ഉൾപ്പെടെ തകർക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് സമരങ്ങൾ, പ്രക്ഷോഭങ്ങൾ നടത്തുന്ന ലോ അക്കാദമിയിൽ
SFI എന്നാണ് സമരത്തിനോടൊപ്പം ചേരുന്നത്? എന്നാണ് സമരം തുടങ്ങിയത്? ലോ അക്കാഡമിയിൽ സമരം ആരംഭിക്കുന്നത് ജനുവരി 11 തീയതിയാണ്. അവിടെ SFI സമരത്തിലേർപ്പെട്ടിട്ടുള്ളത് അതിന് ജനുവരി മാസം എന്നുള്ള നിലയിലല്ല. നേരത്തെ ലക്ഷ്മി നായരുമായി ബന്ധപ്പെട്ട വിഷയവുമായി ബന്ധപ്പെട്ട് മാനേജ്മെന്റിന് കൃത്യമായി നിവേദനവും അതോടൊപ്പം തന്നെ പരാതികളും സമർപ്പിച്ചിട്ടുണ്ട്. സമരം എന്ന് പറയുന്നത് കേവലമായി ഒരു നിരാഹാരം അല്ലെങ്കിൽ ധർണാ സമരം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള പ്രകടനം നടത്തി മാത്രമല്ല ഞങ്ങൾ കാണുന്ന സമരം. പക്ഷേ SFI അല്ലല്ല, ഇവിടെയാണ് മുഹമ്മദ് അഫ്സൽ ഹൈദരാബാദിൽ കാണുന്നത്, JNUവിൽ കാണുന്നത്, നെഹ്റു കോളേജിൽ കണ്ടത്, പാലക്കാട് വിക്ടോറിയ കോളേജിൽ കണ്ടത്, മഹാരാജാസിൽ കണ്ടത് നിങ്ങളുടെ ഈ താത്വികമായ ഘട്ടം ഘട്ടത്തിലുള്ള നിവേദനം കൊടുക്കലൊന്നും അല്ലല്ലോ. സമരത്തിന് വിവിധ ഘട്ടങ്ങളുണ്ട്. നെഹ്റു കോളേജ് പോലെയല്ല നമുക്ക് ലോ അക്കാഡമിയുമായി മഹാരാജാസ് പോലെയുമല്ല നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക. ഈ സമരം ലോ അക്കാദമിയിൽ ആരംഭിക്കുന്നതിന് പിന്നിൽ SFI ഇല്ല. 11 തീയതി അഭിജിത്ത്, ഞാൻ ഈ പറഞ്ഞത് ശരിയല്ലേ? 11 തീയതി സംയുക്ത വിദ്യാർത്ഥി മുന്നണി ഈ സമരം തുടങ്ങുമ്പോൾ SFI അന്നുണ്ടോ? അന്ന് SFI ഇല്ല എന്ന് മാത്രമല്ല, SFI ഇപ്പൊ നിലവിലെ SFIയുടെ അവസ്ഥ കുറുക്കന്റെ തല കുടത്തിൽ കുടുങ്ങിയ അവസ്ഥയിലാണ്. ഇവിടെ മറ്റ് സംഘടനകൾ, കേരള വിദ്യാർത്ഥി യൂണിയന്റെ സമരം ആരംഭിച്ചു. AISF ഉൾപ്പെടെ MSF ഉൾപ്പെടെ മറ്റ് വിദ്യാർത്ഥി സംഘടനകൾ അക്കാദമിയിലെ വിഷയങ്ങൾ ഏറ്റെടുത്ത് സമരമായിട്ട് മുമ്പോട്ട് പോയി. ആ സമയത്ത് ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമല്ലോ എന്ന രീതിയിലാണ് SFI ഗതികേട് കൊണ്ട് അവിടെ സമരം തുടങ്ങി. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ജനുവരി മാസം 11 തീയതി തുടങ്ങുന്ന സമരത്തിൽ 2 ദിവസത്തിന് ശേഷമാണ് SFI 3 ദിവസത്തിന് ശേഷമാണ് SFI എത്തുന്നത്. എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ മുഹമ്മദ് അഫ്സൽ ഇവിടെ നമുക്ക് ഈ പോയിന്റ് ബ്രേക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ സമരത്തിൽ നിങ്ങൾ ഏറ്റവും ഒടുവിൽ വന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രത്യക്ഷ സമരത്തിൽ ഞങ്ങൾ വന്നത് 2 ദിവസം കഴിഞ്ഞിട്ടാണ്. അതിൽ തർക്കിക്കുന്നില്ല. പക്ഷേ സമരത്തിന് വ്യത്യസ്തമാർന്ന രൂപങ്ങളുണ്ട്. ലോ അക്കാദമിയിൽ മാത്രമേ SFI സമരത്തിൽ പ്രത്യക്ഷപ്പെടാൻ ഒരു പ്രത്യേക മാനദണ്ഡം? ലോ അക്കാദമിയിലല്ല, എല്ലാ സ്ഥലങ്ങളിലും സാഹചര്യത്തിനനുസരിച്ചാണ് സമരം രൂപപ്പെടുന്നത്. നെഹ്റു കോളേജിനകത്ത് SFIക്ക് അവിടെ യൂണിറ്റ് ഇല്ല. മറ്റ് സ്വാശ്രയ കോളേജിനകത്ത് യൂണിറ്റ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ ചിലപ്പോൾ പ്രത്യക്ഷമായിട്ടുള്ള നെഹ്റു കോളേജിന്റെ വിഷയം പറയുമ്പോൾ വിഷയത്തിന്റെ കൂടെ നമ്മൾ പറയണം. നെഹ്റു കോളേജിന്റെ വിഷയത്തിൽ ഇവർ ആദ്യം പോയിട്ട് അങ്ങ് അടിച്ചു പൊളിച്ചു. സ്വാഭാവികമായിട്ട് അവിടെ വൈകാരികമായ എല്ലാ സംഘടനകൾക്കുള്ള പ്രതിഷേധമുണ്ട്. ഫസ്റ്റ് അവിടെ കേരള വിദ്യാർത്ഥി യൂണിയന്റെ പ്രവർത്തകർ പോയി, അവിടെ ഒരു അക്രമം ഉണ്ടായി, നമ്മൾ തടഞ്ഞു, തിരിച്ചു വന്നു. SFIക്കാർ പോയി അവിടെ അക്രമം അയച്ചു വിട്ടു. തീർച്ചയായിട്ടും അത് അതിന്റെ വൈകാരികമായ പ്രകടനം എന്ന് നമുക്ക് പറയാം. എന്റെ ആ വൈകാരിക പ്രകടനം ജാതിപ്പേര് പോലും വിളിച്ച് അധിക്ഷേപിച്ച ലക്ഷ്മി നായരുടെ ക്യാമ്പസിലേക്ക് നിങ്ങൾക്ക് കാണിക്കാൻ കഴിഞ്ഞില്ല. അതിന്റെ ഉത്തരം മറ്റൊന്നുമല്ല, CPMന്റെ തിട്ടൂരത്തിന് SFI നിന്നു കൊടുത്തു. അതാണ് അതിലെ യാഥാർത്ഥ്യം. ഒരിക്കലുമില്ല. SFIയെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികളുടെ വികാരങ്ങൾ മനസ്സിലാക്കി വികാരങ്ങൾ ദൂരീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്ന സംഘടനയാണ് ഞങ്ങൾ. ഇപ്പോൾ ഈ ചർച്ചയുടെ ഭാഗമായി ഇപ്പോൾ KSUവിന്റെ നേതാവ് പറയുന്നത് കേട്ടാൽ ഞങ്ങൾ എന്ത് അഡ്ജസ്റ്റ്മെന്റാണ് ഞങ്ങൾ നടത്തിയിട്ടുള്ളത്? ജോയിസ് KJ, SFI ഈ സമരത്തിൽ നടത്തിയ അവരുടെ ഇടപെടലിനെ കുറിച്ച് ഞങ്ങൾക്ക് വന്നൊരു കമന്റ് ഇങ്ങനെയാണ്: ദാ വന്നു ദേ പോയി. ഇതാണ് SFIയുടെ നിലപാട്. ഇതേ നിലപാട് തന്നെയാണോ നിങ്ങൾക്ക് SFIയുടെ കാര്യത്തിൽ? യഥാർത്ഥത്തിൽ ഈ സമരവുമായി ബന്ധപ്പെട്ട പശ്ചാത്തലം ഇവിടെ എൻ്റെ പ്രിയ സുഹൃത്ത് സൂചിപ്പിച്ചു. ഒന്ന്, ജിഷ്ണു ആത്മഹത്യയുമായി ബന്ധപ്പെട്ടാണ് ഈ വിഷയം ഉണ്ടാകുന്നത്. ആ ഉണ്ടായതിനു ശേഷം ലോ അക്കാദമിയിൽ AISFന്റെയും KSUവിൻ്റെയും എല്ലാം പ്രവർത്തകർ അവിടുത്തെ പ്രിൻസിപ്പൽ സ്വീകരിക്കുന്ന വിദ്യാർത്ഥി വിരുദ്ധ നിലപാടുകൾക്കെതിരെ വലിയ പ്രക്ഷോഭത്തിന് തുടക്കം കുറിക്കുകയാണ്. എന്നാൽ ആ തുടക്കം കുറിച്ചതിന് ശേഷം 3 ദിവസം കഴിഞ്ഞാണ് SFI എത്തുന്നത്. SFI എത്തുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. ഒന്ന്, ഞായറാഴ്ച ഒരു സമരം SFI നടത്തിയിട്ടുണ്ടെങ്കിൽ അതൊരു പക്ഷേ ചരിത്രത്തിൽ പരിശോധിച്ചാൽ ചിലപ്പോൾ ഈ സമരവുമായി ബന്ധപ്പെട്ടായിരിക്കും. യഥാർത്ഥത്തിൽ ഈ വിഷയം ഉന്നയിക്കുന്ന മുദ്രാവാക്യത്തിന് വലിയ പ്രസക്തിയും ആ കലാലയത്തിനെ സംബന്ധിച്ച് വലിയ പ്രാധാന്യവും ഉള്ളതുകൊണ്ട് വലിയ വിദ്യാർത്ഥി പിന്തുണ ആ സമരത്തിന് ഉണ്ടാകും എന്ന് കണ്ടിട്ട് തന്നെയാണ് SFI നേരത്തെ താമസിച്ച് ഇതിനകത്ത് വരികയും പിന്നീട് വലിയ ഒരു പ്രതിഷേധം വിദ്യാർത്ഥി സമൂഹത്തിന് മുമ്പാകെ, വലിയ ചോദ്യങ്ങൾ SFIക്ക് മുമ്പാകെ ഉണ്ട്. എന്തിനാണ് ആ സമരത്തെ പാതി വഴിയിൽ ഉപേക്ഷിച്ചത്? കേരളത്തിന്റെ വിദ്യാർത്ഥി സമൂഹത്തോട് ഇവിടെയാണ് ജോയിസ് നമ്മൾ ഈ ചർച്ചയുടെ തുടക്കത്തിലെങ്കിലും സത്യസന്ധമായി താങ്കൾ പറയൂ, നിങ്ങൾ ലോ അക്കാദമിയിലെ സമരത്തിന്റെ തരംഗം രൂപപ്പെടുന്നത് മനസ്സിലാക്കാൻ വൈകിപ്പോയി. ഞങ്ങൾ പറഞ്ഞല്ലോ, സമരവുമായി ബന്ധപ്പെട്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമാർന്ന രൂപങ്ങളുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ടുള്ള നടപടികൾ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. 11 തീയതിയോ അതിനു മുമ്പോ നിങ്ങൾ സ്വീകരിച്ച വ്യത്യസ്തമായ നടപടി എന്തായിരുന്നു? അവിടെ നിവേദനം കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവിടെ ജനറൽ ബോഡി യോഗം വിളിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികളെ ഒരു സമരത്തിന്റെ മൂവ്മെന്റിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. എങ്ങനെയാ ഇത് പത്രമാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും ചർച്ച ചെയ്തിട്ടുള്ളത്? 11 തീയതി സമരത്തിന്റെ ഭാഗമായി മാത്രമാണോ? SFI അവിടെ സമരം നടത്തിയ ഘട്ടത്തിലല്ലേ ചില മാധ്യമങ്ങൾ ഉൾപ്പെടെ ആ വിഷയത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയും വിഷയങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയും തയ്യാറായിട്ടുള്ളത്? ഈ ഞായറാഴ്ച, ഇവർ പറഞ്ഞ ഞായറാഴ്ച ഞങ്ങൾ സമരം നടത്തിയ ഘട്ടത്തിലായിരുന്നില്ലേ? ഇപ്പോ
കഴിഞ്ഞ ദിവസം പ്രിയപ്പെട്ട വിജിന് അവിടുത്തെ യൂണിറ്റ് കമ്മിറ്റിയിലെ അവിടെ പഠിക്കുന്ന SFIയുടെ കുട്ടികൾ ഒരു കത്ത് എഴുതി. ശ്രീ അഫ്സൽ കണ്ടോ എന്ന് എനിക്കറിയില്ല, ആ കത്തൊന്ന് വായിക്കണം പറ്റുമെങ്കിൽ. അവിടെയുള്ളതായിരിക്കുന്ന SFIയുടെ വിദ്യാർത്ഥികൾ അവർ ആരെങ്കിലും നിങ്ങളുടെ നടപടിയെ ന്യായീകരിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. ഞങ്ങൾക്കിപ്പോ ലക്ഷ്മി നായർ എന്ന് പറഞ്ഞ പ്രിൻസിപ്പാൾ ഉദ്യോഗസ്ഥ SFIയുടെ ഏതെങ്കിലും രക്തബന്ധത്തിൽ ഏതെങ്കിലും ബന്ധമുള്ളയാളല്ല. ഞങ്ങൾക്ക് ആ സ്ത്രീയെ സംരക്ഷിക്കേണ്ടെന്ന ഉത്തരവാദിത്വം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഞങ്ങൾ വിദ്യാർത്ഥികളുടെ വിഷയങ്ങൾ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അവിടെയാണ് അഫ്സൽ നിങ്ങൾ പറയുന്ന കാര്യം പൊള്ളയാണ് എന്ന് അറിയുന്നത്. ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ സമരം നടത്തിയതിനെ ഞങ്ങൾ അങ്ങനെയല്ല, അവർ നടത്തിയ സമരത്തിൽ നിങ്ങൾ ചേർന്നു എന്ന് പറയൂ. അതങ്ങനെ അങ്ങനെ പറയാൻ വേണ്ടി പറ്റില്ല. 11-ാം തീയതി തുടങ്ങിയ സമരത്തിൽ SFI കൂടെ ചേർന്നു. 11-ാം തീയതിയിൽ SFI അതിനു മുന്നേ സമരം ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ SFI പറഞ്ഞുകൊണ്ടിരിക്കുന്ന ന്യായീകരണങ്ങൾ, SFIയുടെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം CPM കറക്കി വിടുന്ന അല്ലെങ്കിൽ തിരിച്ചു വിടുന്ന ഒരു പാവയായിട്ട് SFI പലപ്പോഴും CPM ഭരിക്കുന്ന സമയത്ത് മാറുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടതായിട്ടുള്ള വസ്തുത. 5 വർഷക്കാലം സമരരംഗത്തും 5 വർഷക്കാലം സമരത്തു നിന്ന് മാറി നിൽക്കുന്ന ഒരു ഗതികേടിലേക്ക് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തെ SFI വരുന്നുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ദൃഷ്ടാന്തമാണ് നമ്മൾ ഈ ലോ അക്കാദമിയിൽ കണ്ടത്. നെഹ്റു കോളേജിലൊക്കെ അടിച്ചു പൊളിക്കാൻ കാണിച്ചിട്ടുള്ള ആവേശമൊന്നും ഇവിടെ കാണിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അവിടെ CPM ആണ് അവിടെ പ്രതിക്കൂട്ടിൽ വരിക. അവിടെ ഈ മാനേജ്മെന്റിന്റെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ CPMന്റെ വളരെ വേണ്ടപ്പെട്ട ആളുകളാണ്. അങ്ങനെ ഒരു സാഹചര്യം വന്ന സമയത്ത് SFIക്ക് മാറി നിൽക്കണം, ഒന്നുകൂടി ചിന്തിക്കേണ്ടി വരും. അല്ലാത്ത സമയത്തൊക്കെ നെഹ്റു കോളേജിന്റെ വിഷയത്തിൽ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അവിടെ CPMന്റെ ഒരാൾ പോലും മാനേജ്മെന്റ് സംവിധാനത്തിൽ ഉണ്ട് എന്ന് പെട്ടെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ മാനേജ്മെന്റ് സംവിധാനത്തിൽ CPM ആളുകൾ അല്ലെങ്കിൽ CPM അനുഭാവികൾ വരുന്ന സമയത്ത് SFI ചിന്തിക്കുന്നു. SFI അവിടെ ചില സമരത്തിന് ഫോർമുലകൾ ഉണ്ടാക്കുന്നു, സമരത്തിന് ചില ഘട്ടങ്ങൾ ഉണ്ടാക്കുന്നു. ഈ ഘട്ടം ഘട്ടമായി സമരം ചെയ്യുക എന്ന ഗാന്ധിയൻ മാതൃക SFI ഈ ലോ അക്കാദമിയിൽ മാത്രം ഉപയോഗിക്കുന്ന സമരമുറ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. സമരത്തിന്റെ സാഹചര്യത്തിനനുസരിച്ച് സമരത്തിന്റെ രൂപം കൊണ്ടുപോകുന്നവരാണ് ഞങ്ങൾ. ഇവിടെ ചില കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു ABVPയുടെ പ്രതിനിധി. എന്താ സൂചിപ്പിച്ചത്? അവിടെ മാനേജ്മെന്റ് CPIMന്റെ ആളുകളാണ് എന്ന്. ഈ അയ്യപ്പൻ എന്ന് പറഞ്ഞ അതിലുള്ള ഡയറക്ട് ബോർഡ് അംഗം, അയ്യപ്പൻ പിള്ള എന്ന് പറഞ്ഞ ഡയറക്ട് ബോർഡ് അംഗം ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലാണ് എന്നുള്ളത് ഇവിടെയുള്ള ആളുകൾക്കൊക്കെ അറിയാം. ലോ അക്കാദമിയിൽ വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇവർ ഒത്തുതീർപ്പിലെത്തി എന്ന് പറയുന്ന പല വിഷയങ്ങളും കലാലയ യൂണിയന് പരിഹരിക്കാൻ കഴിയുന്ന കുറേ വിഷയങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഇത്രയും കാലഘട്ടത്തിനിടയ്ക്ക് അത്തരത്തിലൊരു വലിയ സമരത്തിലോട്ട് പോകാൻ SFI തയ്യാറായിട്ടില്ല. അപ്പോൾ ഈ ഘട്ടം ഘട്ടമായി SFI സമരത്തിലേക്ക് വന്നു എന്നതിനെ നമുക്ക് ആ രീതിയിൽ കാണാൻ കഴിയില്ല. അവിടെ ഉണ്ടായി വന്നത് ഈ മാനേജ്മെന്റിന്റെ ഏകാധിപത്യ നിലപാടിനെതിരായിട്ടുള്ള വലിയ പ്രതിഷേധമാണ്. ആ പ്രതിഷേധത്തിന്റെ കയ്യിൽ SFI ഉണ്ടാവില്ല എന്ന് അറിഞ്ഞിട്ടാണ് SFI പിന്നീട് അതും ഒരു പ്രത്യേക ഘട്ടത്തിൽ ആ കോളേജിന്റെ കലാലയത്തിൽ ആക്രമിക്കാനാണ് പോകുന്നത്. കാരണം ഒരു വലിയ പെട്ടെന്ന് സമരത്തിലേക്ക് വന്ന് അതിലൊരു നായക സ്ഥാനം നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള നോക്കൂ, ഈ താങ്കളിലേക്ക് വരുമ്പോൾ SFIയുടെ പിന്മാറ്റം നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ആർത്തിൽ പിന്മാറിയെന്നാണോ നിങ്ങളും കരുതുന്നത്? കേരള ലോ അക്കാദമിയിൽ സമരം ആരംഭിക്കുന്നത് തീർച്ചയായിട്ടും വിദ്യാർത്ഥി സംഘടനകളും അവിടുത്തെ സ്വതന്ത്രമായ വിദ്യാർത്ഥികളൊക്കെ ചേർന്നുകൊണ്ടാണ്. അതുകൊണ്ടാണ് ലക്ഷ്മി നായർ അവിടുത്തെ വിദ്യാർത്ഥികൾ പൂർണ്ണമായി ഈ സമരത്തെ പിന്തുണക്കുന്നില്ല എന്ന് പറയുമ്പോൾ പോലും അവിടുത്തെ വിദ്യാർത്ഥി ഉന്നയിക്കുന്ന വിഷയമുണ്ട്. ഹോസ്റ്റലിലെ 80ഓളം പെൺകുട്ടികളിൽ 60ഓളം ആളുകളും ഇതാ സമരത്തിലുണ്ട്. അതുകൊണ്ട് ലക്ഷ്മി നായർ പറയുന്ന വാദങ്ങൾക്ക് പ്രസക്തിയില്ല. വിദ്യാർത്ഥി ഒന്നടങ്കം ആവശ്യപ്പെടുന്ന വിഷയമാണെന്ന് പറയുന്നു. തീർച്ചയായും ഞാൻ മനസ്സിലാക്കുന്ന SFIയെ സംബന്ധിച്ചിടത്തോളം SFI 3 ദിവസം ശേഷമാണ് സമരത്തിലേക്ക് വരുന്നത്. ഞങ്ങളുടെയൊക്കെ പ്രവർത്തകർ അവിടെ സ്വതന്ത്രമായി സമരത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവരിടപെട്ടുകൊണ്ടിരിക്കുമ്പോൾ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽ നിന്നുകൊണ്ട് മാത്രം ഈ സമരത്തിൽ ഞങ്ങൾ ഇടപെടാതെ പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്ഥാനം ഇല്ലാതായി പോകുമെന്നുള്ള ഒരു ചുറ്റുപാട് കൊണ്ട് മാത്രമാണ് SFI ആ സമരത്തിലേക്ക് വരുന്നത്. എന്നിട്ട് ആ സമരത്തിൽ ഇടപെടുകയും എന്നിട്ട് ആ സമരത്തോട് ചേർന്ന് ഹൈജാക്ക് ചെയ്യാൻ എല്ലാ സമരങ്ങളും കേരളം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണല്ലോ അത്. അതിന് ഇവിടെയും സംഭവിച്ചു എന്ന് എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ. നെഹ്റു കോളേജിലായാലും ശരി ഇവിടെയും സംഭവിച്ചിട്ടുള്ളത് ഹൈജാക്ക്, വലിയേറ്റ മനോഭാവം എന്ന് പറയുന്നത് SFIയുടെ ഒരു സമരരംഗത്തുള്ള ഒരു സ്ഥിരം സ്വഭാവമായതുകൊണ്ട് തന്നെ ഈ വിഷയത്തിനെയും ഹൈജാക്ക് ചെയ്യാൻ ശ്രമിച്ചു. വിദ്യാർത്ഥികൾ അവരുടെ കൂടെ നിൽക്കുമെന്ന് വിചാരിച്ച് അവരുടെ ധാരണകൾ തിരുത്തി വിദ്യാർത്ഥികൾ എല്ലാ സർവകലാശാലകളും ഭരിക്കുന്നത് SFI ആണ്. ഇപ്പോൾ എല്ലാ സർവകലാശാലകളും ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദിയാണെന്ന് പറഞ്ഞുകൊണ്ട് അത്തരം കാലം ന്യായീകരിക്കാൻ കഴിയില്ലല്ലോ. ചർച്ചയുടെ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മളുടെ പ്രസക്തമായ ചോദ്യം ഇതാണ്: രാജിവെപ്പിക്കും പ്രിൻസിപ്പലിനെ എന്ന് മുദ്രാവാക്യം ഉയർത്തിയവർ പെട്ടെന്ന് ഒരു രാത്രി കൊണ്ട് കീഴ്മേൽ മറിഞ്ഞ് 5 വർഷത്തെ വനവാസ
വിലാസം നിശ്ചയിച്ചതിന് പിന്നിലെ ചേതോവികാരം എന്താണ്? ഇടവേളയ്ക്ക് ശേഷം. കേരള സമ്മിറ്റ് അന്വേഷിക്കുന്നത് ലക്ഷ്മി വിലാസം ലോ കോളേജിൽ സംഭവിച്ചത് ഒത്തുതീർപ്പായിരുന്നോ അതല്ല ഒറ്റിക്കൊടുക്കലായിരുന്നോ എന്നാണ്. SFIയെ സംബന്ധിച്ചിടത്തോളം സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തെക്കുറിച്ചും ഘട്ടം ഘട്ടമായ സമരത്തെക്കുറിച്ചും ഒക്കെ ഇവിടെ പറയേണ്ട ഒരവസ്ഥ വരുന്നുണ്ട്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം സംസ്ഥാനം ഭരിക്കുന്ന CPM-ന് ലക്ഷ്മി നായരെയും കുടുംബത്തെയും സംരക്ഷിച്ചേ മതിയാവൂ. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ഏറ്റവും പുതിയ വാർത്തയെ വന്നിരിക്കുന്നത്. ഭൂമി ഏറ്റെടുക്കൽ വിഷയം അന്വേഷിക്കാൻ കഴിയില്ല, അത് ഏതോ കാലത്ത് നടന്ന സംഭവമാണ് എന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ ഭൂമി പതിച്ചു കൊടുത്ത സമയത്തുള്ള വ്യവസ്ഥ എന്ന് പറയുന്നത് വിദ്യാഭ്യാസ ആവശ്യത്തിനല്ലാതെ ഈ ഭൂമി വിനിയോഗിക്കുകയാണെങ്കിൽ അത് ഒരു കാരണവുമില്ലാതെ നിർത്തലാക്കി ഏറ്റെടുക്കാൻ സർക്കാരിന് അവകാശമുണ്ട് എന്നാണ്. നമുക്കറിയാം, അവിടെ ലക്ഷ്മി നായരും കുടുംബവും ആ സ്ഥലത്ത് വീട് വെച്ച് താമസിക്കുന്നുണ്ട്. അത് വിദ്യാഭ്യാസ ആവശ്യത്തിനല്ല, ആ നിയമം അവിടെ ലംഘിക്കപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് പോലും അത് ഏറ്റെടുക്കാൻ കഴിയില്ല എന്ന് സംസ്ഥാന സർക്കാർ പറയുന്നുണ്ടെങ്കിൽ SFI ഈ സമരത്തിൽ നിന്ന് വിദ്യാർത്ഥികളെ ഒറ്റുകൊടുത്ത് പിന്മാറിയിട്ടുണ്ട് എങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ താല്പര്യത്തിന് അനുസരിച്ച് കേരളത്തിലെ വിദ്യാർത്ഥികളുടെ സമരത്തെ SFI ബലികഴിച്ചു എന്ന തെളിവാണ്. ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷകളെ SFI തമസ്കരിച്ചു. പറഞ്ഞോളൂ, സംസാരിച്ചു. സുഹൃത്ത് പറഞ്ഞിട്ടുള്ള കാര്യത്തിന് മറുപടി പറയാൻ കുറച്ച് സമയം തരണം. അതായത് ഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയം, ആ വിഷയത്തിനകത്ത് സർക്കാർ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ് കരുതുന്നത്. രണ്ടാമത് ഏറ്റവും പ്രധാനപ്പെട്ട എനിക്ക് മറുപടി പറയാനുള്ളത് SFI സമരത്തെ ഒറ്റുകൊടുത്തു അന്വേഷിക്കില്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. ആ വിഷയം അന്വേഷിക്കില്ല എന്ന് അതിനെ സംബന്ധിച്ച് നിയമപരമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യും, അതിലൊരു തർക്കവും ഇല്ല. അതുമായി ബന്ധപ്പെട്ട് ക്യാമ്പയിനുകൾ ഏറ്റെടുക്കുന്നതിൽ ഞങ്ങൾക്കൊരു വിഷയവുമില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഈ SFI ഒറ്റുകൊടുത്തു എന്നുള്ള നിലയിലാണ് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ എവിടെയാണ് ഒറ്റുകൊടുത്തിട്ടുള്ളത്? ഒറ്റുകൊടുക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? ഞങ്ങളും അവിടെ നിരാഹാരം കിടക്കുന്ന സമയത്ത് ലക്ഷ്മി നായർ രാജിവെക്കണ്ട, ലക്ഷ്മി നായർ ഇവിടെ നിലകൊള്ളണം എന്നുള്ളതല്ലോ പറഞ്ഞത്. അവിടെ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട വിഷയം, ആ വിഷയത്തിനകത്ത് പരിഹാരം കാണണം എന്നുള്ളതാണ്. ഇവിടെ എന്താ പിന്നെ എന്തുകൊണ്ട് രാജിവെക്കണ്ട എന്ന് പറഞ്ഞു? അതാണ് പ്രശ്നം. രാജിവെക്കണ്ട, ഈ നിയമപരമായിട്ടുള്ള വിഷയങ്ങളുണ്ട് ഇതിൽ. സമരത്തിന്റെ ഘട്ടത്തിൽ ഒരു വാർത്ത വന്നു. ഒന്ന് CPM നേതൃത്വം SFIയോട് രാജി എന്ന തീരുമാനത്തിൽ നിന്ന് അല്ലെങ്കിൽ അതിന്റെ മുദ്രാവാക്യത്തിൽ പിന്മാറണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന്റെ SFIയുടെ സംസ്ഥാന സെക്രട്ടറിയും പ്രസിഡന്റും പറഞ്ഞു SFI ഉന്നയിക്കുന്ന മുദ്രാവാക്യത്തിൽ നിന്ന് പുറകോട്ട് പോകുന്ന പ്രശ്നമേ ഇല്ല, പക്ഷെ പുറകോട്ട് പോകേണ്ടി വന്നു. അതാണ് വലിയ ദുരൂഹമായി നിലനിൽക്കുന്ന ഒരു കാര്യം. 2022 ഇതുമായി ബന്ധപ്പെടുത്തി തന്നെ അത് മറുപടി പറഞ്ഞോളൂ. 2022 അഫ്സൽ നോക്കൂ, 2022 ജനുവരി മാസം 7-ാം തീയതി ലോ അക്കാദമിയുടെ പ്രിൻസിപ്പളായി ലക്ഷ്മി നായർ വരുന്നതിൽ ഇപ്പോൾ നിലവിൽ വന്ന ഈ ഒരു ഉടമ്പടിയിലും തടസ്സമാവുന്നില്ല. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അത് ശരിയാണ്. അതായത് ശരിയാണ് പ്രശ്നം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളെ ജാതിപ്പേര് വിളിച്ച് അധിക്ഷേപിക്കുന്ന ഈ വിദ്യാർത്ഥികളുടെ പേരിൽ ഇന്നലെ വന്നു ID കാർഡ് ഉപയോഗിച്ച് കള്ളപ്പണം വെളുപ്പിക്കാൻ മുൻകൈ എടുത്തവര്. ഈ വിദ്യാർത്ഥികൾക്ക് ന്യായമായ ഒരു കാര്യങ്ങളും ചെയ്യാതെ ജാതിപ്പേര് വിളിച്ച് ആക്ഷേപിക്കുന്ന അവർക്ക് അധ്യാപികയായി തുടരാൻ എന്ത് ധാർമ്മികതയാണുള്ളത്? നിങ്ങൾക്ക് SFIക്കാർക്ക് അത് അവകാശപ്പെടാം, അവർക്ക് 5 വർഷത്തിന് ശേഷം അവരെ അംഗീകരിക്കുമെന്ന്. പക്ഷെ ഞാൻ പറയുന്നു, SFI ഒഴിച്ച് ബാക്കി SFIയിലെ തന്നെ ആളുകൾ ആ ഒരു നിലപാടിനെ അംഗീകരിക്കില്ല. ധാർമ്മിക ചൂണ്ടിക്കാട്ടി ഞാൻ ചോദിക്കട്ടെ, ജാതി പേര് പറയാനുള്ള അവസരം തരണം. അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് SFI എപ്പോഴാണ് ചർച്ച നടക്കുന്നത്? ചർച്ച നടക്കുന്നത് പിന്നെ ജനുവരി മാസം അവസാനമാണ്. ജനുവരി മാസത്തിന്റെ അവസാന ഘട്ടത്തിൽ 20-ാമത്തെ ദിവസമാണ് ചർച്ച നടക്കുന്നത്. ചർച്ചയിൽ ഇപ്പൊ എന്താ ഉണ്ടായത്? എല്ലാ സമരം നടത്തുന്ന എല്ലാ വിദ്യാർത്ഥി സംഘടനകളെയും ക്ഷണിച്ച സമയത്ത് SFIയുടെ പ്രതിനിധികൾ പങ്കെടുത്തു. അതോടൊപ്പം മറ്റ് സംഘടനയുടെ സംയുക്ത സമരസമിതി എന്ന് പറയുന്നവർ ആളുകളും പങ്കെടുത്തു. എന്താ അവിടെ ഉണ്ടായത്? അവിടെ ചർച്ചയിൽ പങ്കെടുക്കാൻ വന്ന സമയത്ത് ഇവിടെ വിദ്യാഭ്യാസ മന്ത്രി എവിടെ, മുഖ്യമന്ത്രി എവിടെ എന്ന ചോദ്യമാണ് ഇവർ ചോദിക്കുന്നത്. വിഷയം കൃത്യമായി അവിടെ ചർച്ചക്കാരാണ്, മാനേജ്മെന്റാണ് വിളിച്ചത്. വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടാവില്ല, മുഖ്യമന്ത്രി ഉണ്ടാവില്ല എന്ന നല്ല ധാരണ ഉണ്ടായിരുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ സ്വതന്ത്രമായിട്ടാണ് സമരം നടത്തുന്നത്. ഞങ്ങൾ ഈ വിഷയത്തിനകത്ത് പരിഹാരം കാണണമെന്ന നിലയിൽ ഞങ്ങൾ അവിടെ തന്നെ ഇരുന്നു, വിഷയങ്ങൾ അവതരിപ്പിച്ചു. എന്താ ഉണ്ടായത്? ഇവിടെ സംയുക്ത സമിതിയുടെ ആളുകൾ അവിടെ ഇറങ്ങിപ്പോകുന്ന നിലയുണ്ടായി. ഇറങ്ങിപ്പോയതിനു ശേഷം 3 മിനിറ്റ് ശേഷം വീണ്ടും അകത്ത് കയറുകയാണ്, വാർത്തകൾ പുറത്തു കൊടുക്കുകയാണ്. 3 മിനിറ്റ് കഴിഞ്ഞ് അവർ അകത്ത് കയറിക്കൊണ്ട് പറയുന്നത് ഇവിടെ പുറമേ നിന്ന് മാനേജ്മെന്റിന്റെ ആളുകൾ വിളിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ഒരു വാർത്ത പൂർത്തീകരിക്കാനുള്ള സമയം. അതായത് ഈ വിഷയത്തിനകത്ത് ഞങ്ങൾ എന്നിട്ട് കാര്യങ്ങൾ ഉന്നയിച്ചു. ഞങ്ങൾ എന്താ ആദ്യം ഉന്നയിച്ചത്?
ഈ ലക്ഷ്മി നായർ രാജിവെക്കണ്ട എന്നുള്ളതല്ല. ലക്ഷ്മി നായർ രാജിവെക്കണമെന്നതല്ല അഭിപ്രായം തന്നെയാണ് ഞങ്ങൾ അവിടെ വെച്ചിട്ടുള്ളത്. അപ്പൊ എന്താ അവിടെ മാനേജ്മെന്റ് പറഞ്ഞിട്ടുള്ളത്? മാനേജ്മെന്റ് പറഞ്ഞു രാജി എന്നുള്ളത് നടപ്പിലാക്കാൻ കഴിയില്ല എന്നുള്ളത്. ഞങ്ങൾ പറഞ്ഞു നിർബന്ധമായി രാജിവെക്കണമെന്ന് ആദ്യം പറഞ്ഞു. പിന്നീട് പറഞ്ഞു, ഞങ്ങളുടെ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ അവരെന്താ പറഞ്ഞത്? അവർ പറഞ്ഞു ഇവിടെ പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാൻ ലക്ഷ്മി നായർ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പോ 3 വർഷത്തേക്ക് മാറ്റി നിർത്താമെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ഇവിടെ സിൻഡിക്കേറ്റ് ഉപസമിതിയുടെ പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഇടപെടലുമായി ബന്ധപ്പെട്ട് അവിടെ 5 വർഷത്തേക്ക് ഡീബാർ ചെയ്തിട്ടുണ്ട്. ചുരുങ്ങിയത് 5 വർഷമെങ്കിലും മാറ്റി നിർത്തണമെന്ന് പറഞ്ഞു. പിന്നെ ഒരു വിഷയം ഞങ്ങൾ പറയാനുള്ള അവസരം പറയാനുള്ള അവസരം തരണം. ഈ വിഷയത്തിനകത്ത് ഇങ്ങനെ മാറ്റി നിർത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുന്നു. ഇവിടെ എന്താ വിഷയം? ലക്ഷ്മി നായർ എന്ന് പറഞ്ഞ വ്യക്തിക്കെതിരായല്ല ഞങ്ങൾ സമരം നടത്തുന്നത്. ലക്ഷ്മി നായർ ഉയർത്തിപ്പിടിക്കുന്ന നയം, ആ നയമാണ് മാറേണ്ടത്. നയം മാറ്റുന്നതിന് വേണ്ടിയാണ് 17 തീരുമാനങ്ങൾ അംഗീകരിപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ മുന്നോട്ട് വന്നിട്ടുള്ളത്. പ്രശ്നം നെഹ്റു കോളേജിൽ PROയുടെ പേരെടുത്ത് പറഞ്ഞിട്ടായിരുന്നു SFI സമരം ചെയ്തിരുന്നത്. മാനേജ്മെന്റിന്റെ വക്താവാണ് PRO എന്ന് പറഞ്ഞിട്ടായിരുന്നു സമരം ചെയ്തിരുന്നത്. ലോ അക്കാഡമിയിൽ വരുമ്പോൾ ABVP ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ പറയുന്നു ഇവിടെ ലക്ഷ്മി നായരാണ് പ്രശ്നം. എന്ത് ധാർമ്മികത SFI പറയുന്നത്? SFIക്കാരോട് ചോദിക്കട്ടെ, രോഹിത് വെമുലയ്ക്ക് വേണ്ടിയിട്ട് കേരളത്തിൽ സമരം നടത്തിയിട്ടുള്ള ആളുകൾ SFIക്കാര് അല്ലെ? ഇവിടുത്തെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ രോഹിത് വെമുലയ്ക്ക് വേണ്ടി സമരം നടത്തിയ SFI പ്രസ്ഥാനം ആവശ്യപ്പെട്ടത് അപ്പാറാവുവിന്റെ രാജിയാണ്. ഇന്ന് ലോ അക്കാഡമിയുടെ മുമ്പിൽ കട്ടിലിൽ കിടക്കുന്ന ABVP അന്ന് ചെയ്തത്, BJP അന്ന് ചെയ്തത്, സമരം ചെയ്തവരെ തിഹാർ ജയിലിൽ അടയ്ക്കാൻ വേണ്ടി അപ്പാറാവുവിനെ 5 വർഷം പോയിട്ട് ഒരു ദിവസം പുറത്താക്കിയില്ലെന്ന് മാത്രവുമല്ല വിശിഷ്ട സേവനം കൊടുത്ത് ആദരിക്കുക കൂടി ചെയ്തു. ഈ വിഷയം കൃത്യമായിട്ട് പറയാം. കാരണം എന്താ വെച്ചാല് ഈ ലോ അക്കാഡമിയിൽ ആ വിദ്യാർത്ഥികൾ അത് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഈ രോഹിത് വെമുല മരിക്കുന്ന സമയത്ത് എഴുതി വെച്ചിട്ടുള്ള കുറിപ്പിൽ SFI എന്ന് എഴുതിയിട്ട് വെട്ടിയിട്ടുണ്ടല്ലോ. എത്ര കേരളത്തിലെ മാധ്യമങ്ങൾ അതിനെ കുറിച്ച് ചർച്ച ചെയ്തു? ഇതൊന്നും കേരളത്തിൽ ആരും ചർച്ച ചെയ്യപ്പെടുന്നില്ല. ജോയ്സ്, ഈ ചർച്ചയിൽ ഇത് കാണുന്ന പ്രേക്ഷകരെ സംബന്ധിച്ച് ഏറ്റവും സംശയകരമാവുന്ന ഒരു സാഹചര്യം ഞങ്ങൾ കാണാൻ ആഗ്രഹിച്ചിട്ടില്ല എന്ന് പലപ്പോഴും ഈ കമന്റിൽ തന്നെ വന്നൊരു കാര്യം. ABVPയുടെ സമരപ്പന്തലിൽ AESFന്റെ സഖാക്കൾ പോയി ഇരിക്കുന്നത് എങ്ങനെയാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുക എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഈ രോഹിത് വെമുലയുടെ പ്രശ്നത്തിൽ നിങ്ങളും SFIയും ഒരേ നിലപാടെടുക്കുമ്പോൾ ലക്ഷ്മി നായരുടെ കാര്യത്തിൽ നിങ്ങൾ എങ്ങനെയാണ് ABVPയുടെ പാളയത്തിൽ പോകുന്നത്? അല്ല, ലോ അക്കാദമിയിലെ വിഷയവുമായി ബന്ധപ്പെട്ട് സംയുക്ത സമരസമിതിയിലേക്ക് ആദ്യം വരുന്നത് AESFും KSUം MSFുമാണ് ആദ്യമായി സമരത്തിൽ വരുന്നത്. പിന്നീട് ഇതൊരു വിദ്യാർത്ഥി ഐക്യത്തിന്റെ പ്രാധാന്യം ആ കലാലയത്തെ സംബന്ധിച്ചുണ്ട്. കാരണം ഉന്നയിക്കുന്ന മുദ്രാവാക്യങ്ങളെല്ലാം ഒന്നാണ്. തൊഴിലാളി ഐക്യം വരെ BMSുമായി വരെ ചേർന്ന് എല്ലാ തൊഴിലാളി സംഘടനകളൊക്കെ ഒരു കാലഘട്ടത്തിന്റെ ആവശ്യം എന്ന നിലയ്ക്കാണ് തൊഴിലാളി പ്രസ്ഥാനങ്ങൾ അതിൻ്റെ ഐക്യം ഉണ്ടാകുന്നത്. ഇവിടുത്തെ വിഷയം വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന മുഴുവൻ വിഷയങ്ങളും ന്യായമാണ്, ഉന്നയിക്കുന്ന മുദ്രാവാക്യങ്ങൾ ന്യായമാണ്. അതുകൊണ്ട് എല്ലാ വിദ്യാർത്ഥി സംഘടനകളും ഒരുമിച്ച് നിൽക്കേണ്ടതാണ് എന്ന സ്റ്റാൻഡ് തന്നെയാണ് AESF സ്വീകരിച്ചത്. ഇത് നമുക്ക് ഈ ചർച്ചയിൽ വ്യക്തമാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഈ നേരത്തെ അഫ്സൽ പറഞ്ഞതുപോലെ ചർച്ചയുടെ ദിവസം നിങ്ങളൊരു നാടകം കളിച്ചു എന്ന് പറയുന്നു. അതായത് മാനേജ്മെന്റുമായുള്ള ചർച്ചയ്ക്ക് കയറിയിട്ട് വിദ്യാഭ്യാസ മന്ത്രി എവിടെയെന്ന് നിങ്ങൾ ചോദിച്ചു. അങ്ങനല്ല, അതിന്റെ വിഷയം 30-ാം തീയതിയാണ് ആദ്യമായി ഈ ചർച്ച മാനേജ്മെന്റ് വിളിക്കുന്നത്. മാനേജ്മെന്റ് വിളിക്കുന്ന സമയത്ത് ഡയറക്ടർ നാരായണൻ നായർ ഒരു കുറിപ്പ് എഴുതി കൊണ്ടുവന്നിട്ട് ലക്ഷ്മി നായർ രാജിവെക്കാൻ പോകുന്നില്ല, അങ്ങനെ ഒരു തീരുമാനം മാനേജ്മെന്റ് ഭാഗത്ത് ഉണ്ടാവില്ല. യഥാർത്ഥത്തിൽ ഈ സമരസമിതിയുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഈ ലക്ഷ്മി നായർ രാജിവെക്കുക എന്നുള്ളത് തന്നെയാണ്. ഇനി ഒരിക്കലും ഒരു വിദ്യാർത്ഥിക്കും ഒരു വിദ്യാർത്ഥികളുടെ ഇടയിലും പ്രധാന അധ്യാപികയായി ലക്ഷ്മി നായരെ പോലെ ഒരു സ്ത്രീ ഉണ്ടാവരുത് എന്ന് തന്നെയാണ് ആ സമരത്തിന്റെ ഈ 5 വർഷത്തെ ക്ലോസ് ഒഴിവാക്കിയിരുന്നെങ്കിൽ നിങ്ങൾ ഈ സമരം ഒഴിവാക്കിയല്ല, ലക്ഷ്മി നായർ രാജിവെക്കുക എന്ന് തന്നെയാണ് എന്റെ ശാശ്വതമായ. ഈ രാജിവെക്കലും ഈ സംശയം ഇതാണ്, രാജിവെക്കലും SFI ഇപ്പോൾ നേടിയെന്ന് അവകാശപ്പെടുന്ന മാറ്റി നിർത്തലും ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അല്ല, സ്വാഭാവികമായി നമുക്കത് പരിശോധിച്ചാൽ കാണാൻ വേണ്ടി മാറ്റി നിർത്തുക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഇടവേളയിലേക്കാണ്. അതിന്റെ സാധുത പോലും ചിലപ്പോൾ പരിശോധിച്ചാൽ അത് സാധുമായ കാര്യമല്ല. ഇല്ല, അങ്ങനെയല്ല. ഒരു കലാലയത്തിൽ നിന്ന് ഈ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ, ഇവർക്കെതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ, ആ ആരോപണങ്ങളുടെ വെളിച്ചത്തിൽ അവർ തലസ്ഥാനത്ത് നിന്ന് മാറുകയാണ്. ഈ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടാണ് ഈ ലക്ഷ്മി നായർ രാജിക്കത്ത് നൽകേണ്ടത്. സ്വാഭാവികമായിട്ടും രാജിയുമായി ബന്ധപ്പെട്ട കാലാവധി ഇവർക്ക് നിശ്ചയിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ എങ്ങനെയാണ് ശാശ്വതമായിട്ട് പിന്നെ ഈ വിഷയം രാജിവെച്ചു എന്ന് പറയുന്നില്ല, പറയുന്നത് അവർ രാജിക്കത്ത് നൽകിയിട്ടില്ലെന്നല്ല, അവർക്ക് മാറി നിൽക്കാൻ
മാറി നിൽക്കാൻ ലക്ഷ്മി നായർ എന്താ തയ്യാറാണ്. ഇവിടെ- ഗവേണിംഗ് കൗൺസിൽ അത് അംഗീകരിച്ചു എന്നാണ് പറയുന്നത്. ഇവിടെ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട് ഇപ്പൊ എന്താ ഇവിടെ ഞങ്ങൾ നടത്തിയ ചർച്ചയ്ക്ക് ശേഷം ഇവിടെ നടന്നിട്ടുള്ള ചർച്ചകൾ ഇപ്പോൾ നിയമപരമായി ലക്ഷ്മി നായർക്ക് അവിടെ കോടതിയിൽ പോയി കഴിഞ്ഞാൽ പ്രിൻസിപ്പളായി വരാമെന്ന് പറഞ്ഞു. ഇപ്പൊ പത്രങ്ങളിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് നിയമപരമായി പോകുന്നില്ല എന്നുള്ളത് ആ പ്രിൻസിപ്പൾ തന്നെ പറയുന്നതിലുണ്ടായി. അത് മാത്രമല്ല ഗവേണിംഗ് കൗൺസിലിന്റെ ഒരു ചോദ്യം. 5 വർഷത്തെ മാറ്റി നിർത്തലിനാണ് SFI അവിടെ ഒപ്പിട്ട് വന്നിട്ടുള്ളത്. നിങ്ങൾ ഈ 5 വർഷത്തിന് ശേഷം ലക്ഷ്മി നായർ ഇതേ പ്രിൻസിപ്പൽ സ്ഥാനത്ത് തിരിച്ചു വന്നാൽ നിങ്ങൾ എന്താണ് ചെയ്യുക? കളങ്കരഹിതമാകുമോ 5 വർഷക്കാലത്തെ വനവാസം? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞല്ലോ, വിദ്യാർത്ഥികളെ പീഡിപ്പിക്കുന്ന ആളുകൾ അത് എക്സ് ആയാലും വൈ ആയാലും ഏത് കാലഘട്ടത്തിൽ വന്നാലും സമരങ്ങളും പ്രക്ഷോഭങ്ങളും വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാടുകൾ ഞങ്ങൾ സ്വീകരിച്ചു പോകും. അതിൽ ഒരു തർക്കവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഞങ്ങൾ അതുകൊണ്ടാണ് കേരളത്തിലെ വിദ്യാർത്ഥികൾ ഈ പ്രേക്ഷകർക്കും ഞങ്ങൾക്കും മനസ്സിലാവുന്ന രീതിയിൽ ചുരുങ്ങിയതൊരു വാചകത്തിൽ അങ്ങ് ഞങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കൂ. 5 വർഷത്തിന്റെ കാലയളവ് കൊണ്ട് ലക്ഷ്മി നായരിൽ ആരോപിക്കപ്പെട്ടിരിക്കുന്ന കളങ്കങ്ങൾ ഇല്ലാതായി തീരുന്നത് എങ്ങനെയാണ്? ലക്ഷ്മി നായരുമായി ഏതെങ്കിലും തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ഞങ്ങൾക്ക് നടത്തേണ്ട കാര്യമില്ല. ഈ ഒരു സെക്കൻഡ് തരണം. അതായത് ഈ വിഷയത്തിനകത്ത് ഈ അനന്തമായ സമരം നടത്തി വിദ്യാർത്ഥികളുടെ അക്കാഡമിക് അന്തരീക്ഷം മോശപ്പെടുത്തണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഹൈദരാബാദിൽ എന്താ ഇല്ലാത്തത്? പാമ്പാടിയിൽ എന്താ ഇല്ലാത്തത്? ഇവിടെ മാനേജ്മെന്റ് വളരെ അത്ഭുതകരമാണ്. ലോ അക്കാഡമിയിലെ വിദ്യാർത്ഥികളുടെ പഠിപ്പ് മുടങ്ങാതിരിക്കാൻ വേണ്ടി 5 വർഷം കാലയളവ് മാനേജ്മെന്റ് ഫിക്സ് ചെയ്തിട്ടുള്ള ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അവിടുത്തെ അധ്യയനവുമായി ബന്ധപ്പെട്ടാണ്. കാരണം ഇന്റേണൽ മാർക്കുമായി ബന്ധപ്പെട്ട് അവർക്ക് ഇഷ്ടക്കാർക്ക് മാർക്ക് കോരി കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന അത് അധ്യയനവുമായി ബന്ധപ്പെട്ടാണ് ഇതിന്റെ വിഷയങ്ങളല്ല. 5 വർഷം കൊണ്ട് ലക്ഷ്മി നായർ എന്ന പ്രിൻസിപ്പൾക്ക് മാനസം പരിണാമം സംഭവിക്കുമെന്ന് കരുതിയ ദീർഘജ്ഞാനത്തെ അഭിനന്ദിക്കാത്ത തരമില്ല. പക്ഷേ അതിന് നിയമപരമായ എന്തു സാധുതയാണുള്ളത് എന്ന മറുചോദ്യത്തിന് SFIയുടെ നേതാക്കൾക്ക് ഉത്തരവുമില്ല. മറുചോദ്യങ്ങളുമായി എത്തുകയാണ്. രാജിക്ക് എന്താണ് സാധുതയെന്ന് ഇടവേളയ്ക്ക് ശേഷം. 5 വർഷത്തേക്ക് ലക്ഷ്മി നായർക്ക് കലാലയ വനവാസം വിധിച്ചാൽ ലോ അക്കാദമിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമോ? അതല്ലെങ്കിൽ എന്തുറപ്പിന്മേലാണ് SFI സമരം നിർത്തിയത് എന്ന വളരെ പ്രസക്തമായ ചോദ്യത്തിലേക്ക് എത്തുമ്പോൾ തന്നെ SFIക്ക് ലഭിച്ച ഒത്തുതീർപ്പ് കരാറിൻ്റെ നിയമസാധുത എങ്ങനെയാണ് വിദ്യാർത്ഥി സംഘടനകൾ കാണുന്നത് എന്നുകൂടി അന്വേഷിക്കുന്നു. മുഹമ്മദ് അഫ്സൽ, നിങ്ങളിൽ നിയമജ്ഞാനമുള്ള ഒരാളും ഈ ചർച്ചയിൽ പങ്കെടുത്തിരുന്നില്ല, മീൻസ് ഈ ഒത്തുതീർപ്പിൽ പങ്കെടുത്തിരുന്നില്ല എന്ന് മനസ്സിലാക്കുന്നു. മാധവൻ പോറ്റിയെ വൈസ് പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് പ്രിൻസിപ്പൽ സ്ഥാനത്തേക്ക് മാറ്റുന്നത് ഗുരുതരമായ നിയമലംഘനമാണ്. നിലവിലതിന് സാധ്യതയില്ല. അത് നിങ്ങൾ അവരുടെ മുമ്പിൽ വെച്ച് എഴുതി ഒപ്പിട്ട് കൊടുത്ത് തിരിച്ചു പോരാൻ നാണമില്ലേ നിങ്ങൾക്ക്? അതായത് അവിടെ വിഷയം ലക്ഷ്മി നായരുമായി ബന്ധപ്പെട്ടാണ്. ലക്ഷ്മി നായരുമായി ബന്ധപ്പെട്ട വിഷയത്തിനകത്ത് മാറ്റി നിർത്തൽ അവിടെ പ്രഖ്യാപനം നടത്തിയ സമയത്ത് സ്വാഭാവികമായും അവിടെയുള്ള മാനേജ്മെൻറ്റ് വൈസ് പ്രിൻസിപ്പളിന് അതിൻ്റെ ചുമതല കൊടുക്കുന്നു എന്ന് പറയുന്നു. വൈസ് പ്രിൻസിപ്പളിൻ്റെ ബയോഡാറ്റ ആ സമയത്ത് പരിശോധിക്കുന്ന നില നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അവിടെ നിയമപരമായി അക്കാഡമിക് പരമായിട്ടുള്ള യോഗ്യത ആ പ്രിൻസിപ്പളിനുണ്ടോ വൈസ് പ്രിൻസിപ്പളിനുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് മാനേജ്മെൻറ്റാണ്. അല്ലാത്ത പക്ഷം നിയമപരമായി പുറത്താക്കാൻ പറ്റുന്ന കാര്യമാണ് ബന്ധപ്പെട്ട യോഗ്യതയില്ലെങ്കിൽ. അതിൽ നിന്ന് വ്യക്തമാണ് SFIനെ സംബന്ധിച്ച് ആത്മാർത്ഥമായിട്ട് ഒരു ഇടപെടൽ നടത്താൻ വേണ്ടി സാധിച്ചില്ല. വിദ്യാർത്ഥികളെ ധരിപ്പിക്കണം ഞങ്ങൾ എന്തൊക്കെയോ ചെയ്തു, പൊതുസമൂഹത്തെ ധരിപ്പിക്കണം ഞങ്ങൾ എന്തൊക്കെയോ ചെയ്തു, അതിന്റെ പേരിൽ മാത്രം നടത്തിയ ഒരു പ്രഹസനമാണ് അന്നത്തെ ചർച്ചയും അന്നത്തെ ആ വെള്ള പേപ്പറും. അതായത് ചർച്ചയുമായി ബന്ധപ്പെട്ട് ഞങ്ങളിപ്പോൾ SFI മാത്രം ലക്ഷ്മി നായരെ ഫോൺ വിളിച്ച് മാനേജ്മെന്റിനെ ഫോൺ വിളിച്ച് ഞങ്ങൾ അങ്ങോട്ടേക്ക് പാതിരാത്രിയിൽ പോയി ചർച്ച നടത്തിയതല്ല. ഞങ്ങൾ ഇവിടെ വിദ്യാർത്ഥികൾ പറയാനുള്ള അവസരം തരണം. നിങ്ങൾ പറയുന്ന സമയത്ത് ഞാൻ വർത്താനം പറയില്ല, ആരും പറയുന്ന സമയത്ത് ഞങ്ങൾക്ക് വർത്താനം പറയേണ്ട കാര്യമില്ല. അപ്പോ അവിടെ എല്ലാ വിദ്യാർത്ഥി സംഘടനകളെയും വിളിച്ചു. ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞു. നിങ്ങൾ നിങ്ങളുടെ സമരവുമായി മുന്നോട്ട് പോകും. SFI ഇപ്പോൾ സമരം നടത്തിയതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ വിദ്യാർത്ഥികളോട് ഞങ്ങൾ പറയാം, ഞങ്ങൾ 17 ആവശ്യങ്ങൾ ഉയർത്തിപ്പിടിച്ചതുമായി ബന്ധപ്പെട്ട് പൊതുസമൂഹത്തിന്റെ മുന്നിൽ കാര്യങ്ങൾ വിശദീകരിക്കാം. SFI പരിഹാരം ഉണ്ടാക്കിയല്ലോ ഈ പ്രശ്നത്തില്. അതിൽ 5 വർഷത്തേക്ക് മാറ്റി നിർത്തി എന്നുള്ള മാനേജ്മെന്റിന്റെ ഒരു ലെറ്റർ പാഡിൽ എഴുതി വാങ്ങി. അത് 5 വർഷം പോയിട്ട് 5 ദിവസത്തിന് ശേഷം അവർക്ക് പാലിക്കേണ്ടതില്ലാത്ത രീതിയിലുള്ള ഒരു കുറിപ്പാണ്. അതായത് നിയമപരമായിട്ടോ അല്ലെങ്കിൽ ഒരു ബാധ്യതയും ഇല്ല എന്നാണ്
അറിവ്. ആ രീതിയിൽ അവർ 1 മാസം കഴിഞ്ഞിട്ടോ 2 മാസം കഴിഞ്ഞിട്ടോ അവർ തിരിച്ചു വന്നാൽ എന്താണ്? മിനിറ്റ്സ് കോപ്പി ബന്ധപ്പെട്ട ജില്ലാ അധികാരികൾക്ക് അവിടെയുള്ള മാനേജ്മെന്റ് കൊടുത്തു. ഞങ്ങൾ ഒരു പേപ്പറിനകത്ത് DTP അടിച്ച് ഇങ്ങനെ വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞതല്ല. അവർ അവരുടെ ലെറ്റർ പേഡിനകത്ത് DTP അടിച്ച് ഞങ്ങൾക്ക് തന്ന കാര്യമാണ്. ഒരു കാര്യം പറയാനുള്ള അവസരം തരണം. ഞങ്ങൾ മാത്രമല്ല മാനേജ്മെന്റ് അധികാരികളും വാർത്താ സമ്മേളനം നടത്തി SFIയുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം ADM-ന് സ്വാഭാവികമായിട്ട് ഈ ഒരു മീറ്റിംഗ് വിളിക്കാൻ ക്രമസമാധാനത്തിന് മാത്രമേ വിളിക്കാൻ പാടുള്ളൂ. പക്ഷെ ഗവൺമെന്റ് ഈ ഒരു സമരത്തെ കണ്ടില്ല എന്നടിക്കുക. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ADM ഒരു ചർച്ചയ്ക്ക് വിളിച്ചു. ചർച്ചയ്ക്ക് വിളിച്ച സമയത്ത് മാനേജ്മെന്റ് പ്രതിനിധികൾ പറയുന്നു SFIക്കാർ പറയുന്ന പോലെ ഞങ്ങൾ ആരെയും പുറത്താക്കിയിട്ടില്ല, ഞങ്ങൾ ആരെയും 5 കൊല്ലത്തേക്ക് പുറത്താക്കിയിട്ടില്ല എന്ന് നിങ്ങളെ മാനേജ്മെന്റ് ആളുകൾ പറയാ. എവിടെയാ നിങ്ങൾ ഞാൻ അവിടെ പൊളിഞ്ഞു. ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട്. ADM-മായി നടത്തപ്പെട്ട ചർച്ചയ്ക്കകത്ത് ഒരു ADM തന്നെയാണ് ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് ഈ മിനിറ്റ്സ് ഉണ്ടെങ്കിൽ ഉണ്ടോ എന്ന് ചോദിച്ചു. അവരോട് പറഞ്ഞു, അന്ന് ഞങ്ങൾ വിദ്യാർത്ഥികൾ പറഞ്ഞു മിനിറ്റ്സ് ഇപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ഒപ്പിട്ട മിനിറ്റ്സ് കാണണം, 2 മണിക്കൂർ സമയം തരാം. ADM പറഞ്ഞു സമയം തരാം, 2 മണിക്കൂർ എല്ലാവരും കൂടി ഇരിക്കാം, മിനിറ്റ്സ് ഹാജരാക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു. ഹാജരാക്കാൻ കഴിയില്ലെന്നാണ് മാനേജ്മെന്റ് പറഞ്ഞത്. വൈകുന്നേരം വരെയും ഹാജരാക്കാൻ കഴിയില്ല. പിന്നീട് ഉച്ചയ്ക്ക് ശേഷമാണ് ഈ മിനിറ്റ്സ് ഹാജരാക്കുന്നത് തന്നെ. ആ മിനിറ്റ്സിൽ എഴുതിയിരിക്കുന്ന പ്രധാനപ്പെട്ട കണ്ടീഷൻ നമ്മൾ മനസ്സിലാക്കുന്നത് 5 വർഷത്തേക്ക് പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് ലക്ഷ്മി നായർ മാറി നിൽക്കുമെന്നാണ്. ഇതിനെ തുടർന്നൊരു വിശദീകരണ കുറിപ്പ് കൂടി അവർ കൊടുത്തിരുന്നു. മാറ്റി നിർത്തിയതല്ല, മാറി നിൽക്കുന്നതാണ്. സന്നദ്ധത പ്രകടിപ്പിച്ചു എന്നാണ്, പുറത്താക്കിയതല്ല, മാറി നിൽക്കാൻ സന്നദ്ധ പ്രകടിപ്പിച്ചു. അച്ഛൻ നിർബന്ധിച്ചു, മകൾ അനുസരിച്ചു, സംഘടന ഈ ഒത്തുതീർപ്പിനകത്ത് ഈ പ്രധാനപ്പെട്ട കുറെ മുദ്രാവാക്യങ്ങൾ. ഒന്ന്, ഈ ദളിത് വിദ്യാർത്ഥികൾക്ക് നേരെ ജാതി പേര് വിളിച്ചത്. ദളിത് വിദ്യാർത്ഥികൾ മാത്രമല്ല, അവിടുത്തെ വിദ്യാർത്ഥികൾക്കെല്ലാം എതിരായിട്ട് അവിടുത്തെ ഒരു സദാചാര പോലീസായി ലക്ഷ്മി നായർ എന്ന് വെച്ചാൽ സ്വകാര്യതയ്ക്കെതിരെ കടന്നു വരുന്ന സംഭാഷണങ്ങൾ, ഇവിടെ മുസ്ലിം സഹോദരങ്ങളെ അപമാനിക്കുന്ന രീതിയിലുള്ള സംഭാഷണങ്ങൾ, സാധാരണക്കാരായിട്ടുള്ള ദളിത് വിഷയമൊക്കെ മുസ്ലിം സഹോദരങ്ങളെ അപമാനിക്കുന്ന പേര് വിളിക്കുമ്പോൾ വേദനിക്കുന്നുണ്ട്. ഇവിടെ മീഡിയ വണ്ടിന്റെ ഇവിടെ വന്ന് ഇങ്ങനെ ഒരു ചർച്ച നടത്തിയത് നല്ല കാര്യം തന്നെ. ഈ ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലും ഹൈദരാബാദിലും മറ്റ് സ്ഥലത്തിലുള്ള സർവകലാശാലയിലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ അത് നിങ്ങളുടെ നേതാക്കന്മാരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും യൂണിവേഴ്സിറ്റികൾ നിങ്ങളാണ് ഭരിക്കുന്നതെന്ന് നിങ്ങൾ അഹങ്കാരത്തോടു കൂടി അഹങ്കാരമല്ല, ആണ് ഇന്ന് ഇന്ത്യ രാജ്യത്തെ ഏറ്റവും അധികം യൂണിവേഴ്സിറ്റികൾ ഭരിക്കുന്നത്. കാണിക്കുന്നിടത്ത് ABVക്ക് പങ്കുണ്ട് നിഷേധിക്കാൻ കഴിയില്ല. അതൊരു പ്രശ്നമായി നിൽക്കട്ടെ. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊടുത്ത കുറിപ്പിൽ SFI മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് നടത്തിയ ചർച്ചയുടെ തീരുമാനമെന്നാണ്. SFI അവിടെ അക്കാഡമിക് സമരം ആരംഭിക്കുന്നിടത്ത് വിദ്യാർത്ഥികളുള്ളൂ, അല്ലെങ്കിൽ മറ്റു സംഘടനകളുള്ളൂ, SFI ഇല്ല. അങ്ങനത്തെ ഒരു SFI പിന്നീട് 3 വന്നതിന് ശേഷം വന്ന SFI പിന്നീട് മാനേജ്മെന്റുമായി നടത്തിയ അഡ്ജസ്റ്റ്മെന്റ് വർത്തമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മറ്റു സംഘടനകൾ സമരം അവസാനിപ്പിച്ച് പോകണമെന്ന് പറയുന്നിടത്ത് വിദ്യാർത്ഥികൾ സന്നദ്ധമല്ല. അതുകൊണ്ടാണ് വിദ്യാർത്ഥികൾ പറഞ്ഞത് സമരം തുടങ്ങിയ ഞങ്ങളാണെങ്കിൽ അവസാനിപ്പിക്കാൻ ഞങ്ങൾക്കറിയാം. അതാണ് കുട്ടികൾ ചോദിച്ചത്. അവിടെ ADM-മായി ബന്ധപ്പെട്ട ചർച്ചയിൽ ചോദിച്ചത്, അവിടുത്തെ ADM ചോദിച്ചു മിനിറ്റ്സ് എവിടെയെന്ന്. SFI പറയുന്ന കാര്യങ്ങൾ ഒരു നിമിഷം, നമ്മൾ ഈ ലോ അക്കാദമിയെ കുറിച്ച് കാലങ്ങളായിട്ട് ചർച്ച ചെയ്ത് തുടങ്ങി. പക്ഷേ ഇതുവരെ നമ്മൾ ഈ ചർച്ചയുടെ പല ഘട്ടങ്ങളിലും കടന്നു വരാത്തൊരു വിഷയമുണ്ട്. ഈ ലോ അക്കാദമിയുടെ ചരിത്രം പരിശോധിച്ചാൽ അത് 1968 തിരുവനന്തപുരത്ത് EMS ഭരിക്കുന്ന കാലത്താണ് ലോ അക്കാദമി തുടങ്ങുന്നത്. ആ സമയത്ത് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, കൃഷി വകുപ്പ് റവന്യൂ വകുപ്പിന്റെ ഭൂമിയിൽ കൈകടത്തിയാണ് സ്ഥലം കൊടുക്കുന്നത്. ജോയ്സെ, കുഴപ്പം വരുന്നത് അവിടെയാണ്. CPI-കാരനായിരുന്നു MN ഗോവിന്ദൻ നായർ കൃഷി വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്ത് 11.29 ഏക്കർ ഭൂമി 2500 രൂപ പാട്ടത്തിനാണ് ലോ അക്കാദമിക്ക് നൽകുന്നത്. ഇന്ന് ഈ അടുത്ത കാലത്ത് സഖാവ് VS അച്യുതാനന്ദൻ പറഞ്ഞു, ഈ ഒരു അക്കാഡമിക്ക് വേണ്ടി 11 ഏക്കർ ഭൂമി കൊടുക്കേണ്ട ആവശ്യമില്ല, 2-3 ഏക്കർ മതി, ബാക്കി ഭൂമി തിരിച്ചെടുക്കണമെന്ന്. ഈ ആൾക്കാരൊക്കെ ഇത്രയും കാലം കേരളം ഭരിച്ചിട്ടുണ്ടായിരുന്നു, കേരളത്തിൽ ഈ ആൾക്കാർക്ക് നിലനിൽണ്ടായിരുന്നു. ഇവരുടെയൊക്കെ മൂക്കിന്റെ തുമ്പിലാണ് ഈ വിഷയം നടക്കുന്നത്. സെക്രട്ടറിയിലേക്ക് ഈ ലോ അക്കാദമിയിൽ അധികം ദൂരമൊന്നുമില്ല. പക്ഷേ ഈ ഒരു വിഷയം വിദ്യാർത്ഥികൾ ഉന്നയിച്ച സമയത്ത് മാത്രമാണ് മീഡിയ ആവട്ടെ
കേരളമാവട്ടെ രാഷ്ട്രീയമാവട്ടെ ഇത് ചർച്ച ചെയ്തത്. അല്ല, പക്ഷേ സത്യസത്യമായി പറഞ്ഞോണ്ടല്ലോ, ഞങ്ങൾ മാധ്യമപ്രവർത്തകർ പോലും കരുതിയിരുന്നത് ഇത് ഏതോ ഒരു സർക്കാർ സ്ഥാപനമാണെന്നാണ്. ഇപ്പോൾ ഇത് ഒരു പാരൽ കോളേജ് പ്രൈവറ്റ് പ്രൈവറ്റ് കോളേജാണ് കേരളത്തിലെ ആദ്യത്തെ. തിങ്കളാഴ്ച നിങ്ങൾ ലക്ഷ്മി നായരുടെ കോളേജിൽ ലോ അക്കാദമിയിൽ നിങ്ങൾ ക്ലാസ് നടത്താൻ വേണ്ടി നിങ്ങളാണ് പോകുന്നത്. ഇത് പ്രൈവറ്റ് സ്ഥാപനമാണ്, നിങ്ങൾക്കറിയാം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വളച്ചൊടിച്ച് കാര്യമില്ല. നെഹ്റു കോളേജോ? നെഹ്റു കോളേജ് കേന്ദ്ര സർവകലാശാല. പൂർണ്ണമായി പറയാൻ അവസരം തരൂ. രാജിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നേരത്തെ നിങ്ങളൊക്കെ പറഞ്ഞല്ലോ, രാജിയുമായി ബന്ധപ്പെട്ട് അതിന്റെ നിയമസാധ്യതകളെ സംബന്ധിച്ചൊക്കെ ഈ വിഷയത്തിനകത്ത് ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ നിലപാടെന്താ നേരത്തെ സൂചിപ്പിച്ചത്. ഈ ലക്ഷ്മി നായർ എന്ന് പറഞ്ഞ പ്രിൻസിപ്പൽ രാജിവെക്കണം. അവിടെ രാജിവെച്ചാൽ മാത്രം പോരാ, അവിടെ ഈ നയത്തിൽ മാറ്റം വരണം. എക്സ് ഓർ വൈ ആര് പ്രിൻസിപ്പളായി വന്നാലും അവിടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്ന നിലയിലാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ച മുദ്രാവാക്യം. അതിനനുസരിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നിങ്ങൾ ഒരു ഒറ്റ ചോദ്യം ഞാൻ ചോദിക്കട്ടെ. കഴിഞ്ഞ ദിവസം SFIയുടെ സമരത്തിന്റെ ഭാഗമായി 17 ഉറപ്പുകൾ തന്നല്ലോ. ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് മലയാള മനോരമ ഉൾപ്പെടെയുള്ള പത്രത്തിനകത്ത് വന്ന റിപ്പോർട്ട്, ഇവിടെ സംയുക്ത സമരസമിതിയുടെ സംഘടനാ പ്രതിനിധികൾ SFIക്ക് അന്ന് ഉറപ്പ് കൊടുത്തിട്ടുള്ള അതേ കാര്യങ്ങൾ ആ മിനിറ്റ്സ് മിനിറ്റ്സ് അടക്കം കണ്ടുകഴിഞ്ഞാൽ സമരം അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. സമരം ഞാനും കേട്ടു. ജോയ്സ് യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? ഞാനും കേട്ടു ഇങ്ങനെ വാർത്ത. യഥാർത്ഥം ഞാൻ മുമ്പ് സൂചിപ്പിച്ചു. ഒന്ന്, ADM-മായി ചർച്ചയ്ക്ക് വിളിക്കുന്ന സമയത്ത് വിദ്യാർത്ഥി സംഘടനകളോട് പറഞ്ഞിരുന്നത് ക്രമസമാധാനവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് ഉന്നയിക്കാൻ പോകും. ADM വിളിച്ചതിന് ശേഷം അവിടെ സ്വാഭാവികമായി അവിടെ ഈ ചർച്ചകളെല്ലാം ഉണ്ടായി. ചർച്ചകൾ ഉണ്ടായ സമയത്താണ് മാനേജ്മെന്റ് പ്രതിനിധികൾ പറയുന്നത് ഞങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. അങ്ങനെ തീരുമാനത്തിലെത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ വിദ്യാർത്ഥികൾ പറഞ്ഞു ഞങ്ങൾക്ക് അതിനെപ്പറ്റി, കാരണം അതിനെപ്പറ്റി പോലും വിശ്വാസതയില്ല, നിങ്ങൾ ഈ ഉപ്പിട്ടതിനെ പറ്റി. അപ്പോഴാണ് അവിടെ പറഞ്ഞത് ഞങ്ങൾക്ക് വ്യക്തമായ രേഖകൾ ഉണ്ടെന്ന് പറയുന്നത്. അപ്പോഴാണ് വിദ്യാർത്ഥികൾ അങ്ങനെയാണെങ്കിൽ ഈ മിനിറ്റ്സ് ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞത്. അത് കണ്ട് സമരം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടേ ഇല്ല. കാരണം പറഞ്ഞത് വിദ്യാഭ്യാസ മന്ത്രിയുമായി ചർച്ച സംഘടിപ്പിക്കണമെന്ന് ADM-നോട് ആദ്യമായി ആവശ്യപ്പെടുകയും ഈ ലക്ഷ്മി നായർ രാജിവെക്കുകയല്ലാതെ ഇപ്പൊ സംയുക്ത വിദ്യാർത്ഥി സംഘടന നിലവിൽ SFIക്ക് കൊടുത്ത ആ മിനിറ്റ്സ് കണ്ടാൽ സമരം നിർത്തില്ല. ഇത് നിർത്തുമെന്ന് ഒരു ഘട്ടത്തിലും പറഞ്ഞിട്ടില്ല. ADM ഒരു ക്ലാരിഫിക്കേഷൻ വേണ്ടി പറയുന്നത്. ഇപ്പൊ ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ SFIയുടെ ആളുകൾ അറിയാതെ ഷെയർ ചെയ്യുന്ന ചില കാര്യങ്ങളത്. ഇവിടെ മറ്റ് ഇതര SFI ഒഴികെയുള്ള സംഘടനകൾ കൃത്യമായി പറയുന്നു, ലക്ഷ്മി നായർ എന്ന് പറയുന്ന അവിടെയുള്ള അധ്യാപികയെ പുറത്താക്കാതെ ഞങ്ങൾ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല, മറിച്ച് ഈ സമരം പൊളിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ SFIയുടെ തന്നെ ആളുകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രചരിപ്പിച്ചു പോവാ. നിങ്ങൾക്ക് ഈ ചർച്ചയിൽ ഒരു കുറ്റബോധം തോന്നുന്നുണ്ടോ? അതായത് നിലവിൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത മാധവൻ പോറ്റിയുടെ നിയമനം നടത്തേണ്ട ഒരു തെറ്റിദ്ധാരണയിൽ നിങ്ങൾ ഒപ്പുവെച്ചു. 2, നിങ്ങൾ മാറ്റി നിർത്തൽ എന്നുള്ളത് പിന്നീട് ലക്ഷ്മി നായർ തിരുത്തി നിങ്ങളുടെ ആ ഉറപ്പും പൊളിച്ചു. അതായത് വേണ്ടിയിരുന്നില്ല ആ ഒത്തുതീർപ്പ് നാടകമെന്ന് ഇപ്പോൾ തോന്നുന്നുണ്ടോ? ഒരു ഒത്തുതീർപ്പ് നാടകവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായില്ല. 17 പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ SFI നേടിയെടുത്തിട്ടുണ്ട്. നിങ്ങൾ എത്രമാത്രം വില കുറച്ച് കണ്ടാലും മാധവൻ പോറ്റിയുടെ നിയമനം അത് സർവകലാശാല നിയമനങ്ങൾക്ക് വിധേയമായിട്ട് മാത്രമേ നടത്താൻ പറ്റൂ. SFI ചൂണ്ടിക്കാണിച്ചില്ലെങ്കിലും നാളെ ഒരു നിയമവിദഗ്ധൻ ചൂണ്ടിക്കാണിച്ചാൽ മാധവൻ പോറ്റിയെ മാറ്റുകയും പകരം ഒരാളെ നിയമിക്കുകയും ചെയ്യാം. അത് ലക്ഷ്മി നായർ ആയിരിക്കില്ല എന്ന് ഗവേണിംഗ് ബോഡിയുടെ ഉപസമിതി നൽകിയ ഉറപ്പാണ്. ആ ഉറപ്പിൽ SFI വിശ്വസിച്ചു. കൂടാതെ 17 നിർണായകമായ തീരുമാനങ്ങൾ SFIക്ക് സാധിച്ചു ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ. നേട്ടമാണ് സർ. ഈ 17 തീരുമാനങ്ങൾ എടുത്താൽ അതിനകത്ത് യൂണിവേഴ്സിറ്റി നിയമങ്ങൾ പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് അത് മാനേജ്മെന്റിന്റെ ഔദാര്യം പോലെ കിട്ടി അല്ലെങ്കിൽ അതൊരു വലിയ ഇതൊന്നും പറയാൻ കഴിയില്ല. കാരണം ലക്ഷ്മി നായർ വന്നതിന് ശേഷം നിഷേധിക്കപ്പെട്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ ഗ്രീവിയൻസ് സെൽ, ഈ ഇന്റേണൽ മാർക്കുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും പ്രശ്നപരിഹാരത്തിന് വേണ്ടി ഗ്രീവിയൻസ് സെൽ ഉണ്ടാക്കണം എന്നുള്ളത് യൂണിവേഴ്സിറ്റിയുടെ നിയമമാണ്. അതുപോലുള്ള കുറേ കാര്യങ്ങൾ ഇപ്പോൾ ഹോസ്റ്റലുമായി ബന്ധപ്പെട്ട് ഹോസ്റ്റലിനകത്ത് വിദ്യാർത്ഥി പ്രതിനിധി ഉണ്ടാവണം, അവരുടെ ഒരു കമ്മിറ്റി ഉണ്ടാവണം. അതൊക്കെ യൂണിവേഴ്സിറ്റിയിൽ തന്നെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ അത് ഇത്രയും കാലം നിഷേധിക്കപ്പെട്ടതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയം ഉണ്ടാവും, അതിൽ നമുക്കൊരു പ്രയാസവും ഇല്ല. പക്ഷെ ഇതിലൊരു കാര്യം എന്താ, 17 ആവശ്യങ്ങൾ എന്ന് പറഞ്ഞത് ഈ ആവശ്യം അംഗീകരിക്കാത്തതിനാണ്
നിങ്ങൾ ആദ്യം സമരം നടത്തിയെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. ഈ വിഷയം പരിഹരിക്കാനാണ്. ഇപ്പൊ ലക്ഷ്മി നായർ എന്ന് പറഞ്ഞ അത് വ്യക്തി മാത്രമാണ് ഏതെങ്കിലും സാർ തരത്തിൽ വിഷയം. അക്രമം നടത്തിയത് കൊണ്ടാണോ? ഏതെങ്കിലും ആളുകൾ പ്രിൻസിപ്പലിന്റെ പെരുമാറ്റം. എന്താ വിഷയം? പ്രിൻസിപ്പൾ മാറിയില്ലേ? വിഷയം എന്താ? പ്രിൻസിപ്പൾ പ്രിൻസിപ്പൾ മാറി. മാറി. അതാണ് പ്രശ്നം. ചൂണ്ടിക്കാണിച്ചു നോക്കൂ അഭിജിത്ത്, അല്ല ഇദ്ദേഹം ഞാൻ വരുന്നു അതിലേക്ക് വരുന്നു. അതിന് നിസ്സാര ഒരു പ്രശ്നമുണ്ട്. ജാതി പേര് വിളിച്ച് ആക്ഷേപിച്ച കേസ് ഇപ്പം ഒരു ക്രിമിനൽ കേസായിട്ട് കിടക്കുകയാണ്. പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. 1 വർഷം മുമ്പ് നടന്ന കേസ് ഇപ്പോഴാണ് പരാതിയായിട്ട് വരുന്നത്. അതാണ് പോലീസ് ഇപ്പോൾ അറസ്റ്റ് വൈകിപ്പിക്കാനുള്ള കാരണമായി ഇന്നത്തെ പത്രങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇനി അത് വിളിച്ചിരുന്നു എന്ന് കരുതുക, അത് SFIക്ക് ഈ ഒരു പ്രത്യേക ആവശ്യത്തിന്റെ ഘട്ടത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നതാണോ? അത് സ്വാഭാവികമായും അടുത്ത ഘട്ടത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതല്ലേ എന്നുള്ളതാണ് ചോദ്യം. പോലീസ് കേസ് എടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഇനി എന്താണ് റോൾ? ആ കേസ് ഉന്നയിച്ച് പോലീസ് കേസ് എടുത്തു കഴിഞ്ഞിരിക്കുന്നു. എങ്കിൽ ആ ലക്ഷ്മി നായരെ മാറ്റി നിർത്തണം. എന്ത് കാരണത്തിന്റെ പേരിലാണ് മാറ്റി നിർത്തപ്പെട്ട് എന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല. ഈ മിനിറ്റ്സിൽ പോലും വ്യക്തമല്ല. എന്താ റീസൺ? കേസ് എടുത്തതിന്റെ പേരിലാണോ, വിദ്യാർത്ഥികളോട് പെരുമാറിയതിന്റെ പേരിലാണോ വ്യക്തമല്ല. ഒരു കാര്യം, 5 വർഷം മാറി നിൽക്കാനെങ്കിലും അവർ തയ്യാറായല്ലോ. അത് ഞങ്ങളുടെ ചർച്ചയുടെ ഭാഗമായല്ലേ? അത് നിങ്ങൾ അംഗീകരിക്കുമോ? നിങ്ങൾ ഞങ്ങളുടെ സമരവുമായി ബന്ധപ്പെട്ട് SFI വിദ്യാർത്ഥികളോട് ആലോചന സമരം നടത്തുന്നത് അവകാശപ്പെടുന്ന കാര്യമാണ്, നടക്കാൻ പോകുന്ന കാര്യമല്ല. ഉപസമിതിയുടെ സാധ്യത എവിടെയാണ്? ഉപസമിതി ഇതിനെന്തെങ്കിലും, ഞാൻ ചോദിക്കട്ടെ, ഗവർണർ മുഖ്യ രക്ഷാധികാരിയായിരുന്ന ഒരു ലോ അക്കാദമി ഇന്ന് 21 അംഗ കുടുംബ കമ്മിറ്റിയിലേക്ക് പോയി. അവിടെ തൊട്ട് ഇവര് പറയുന്ന ഉപസമിതി ഉണ്ട്. ഏതാ ഈ ഉപസമിതിക്ക് സാധ്യത ഉണ്ടോ? എല്ലാ തരത്തിലും അഭിജിത്തെ, ഈ കുടുംബ കമ്മിറ്റിക്ക് സ്ഥലം പതിച്ചു കൊടുത്തത് കെ കരുണാകരനാണ്. മകനാണിപ്പോൾ തുടങ്ങിയത്. നേരത്തെ ഒരു കാര്യം പറഞ്ഞു അവിടെ, ഇവിടെ അക്കാദമിക് വിഷയങ്ങൾക്കല്ലാതെ ആ ഭൂമി മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് തിരിച്ചു പിടിക്കണം. ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം. ഇപ്പം ജിഷ്ണുവിന്റെ മരണത്തെ തുടർന്നാണ് സ്വാഭാവികമായിട്ട് ഈ കേരളത്തിലെ ക്യാമ്പസുകളിലെ കുട്ടികൾക്ക് ചെറുതായെങ്കിലും പ്രതികരണ ശേഷി വന്നത്. ഇവിടെ ലോ അക്കാദമിയിൽ നിയമ വിദ്യാർത്ഥികളായ കുട്ടികൾക്കും അതിന്റെ ഭാഗമായിട്ടാണ് പ്രതികരണ ശേഷി വന്നത്. അങ്ങനെയാണ് ഈ വിഷയം പൊതുസമൂഹം ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ ചർച്ച ചെയ്യുന്ന ഘട്ടത്തിലെങ്കിലും ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഈ കേരളത്തിൽ ആരാ അധികാരത്തിലുള്ളത്? ഈ ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ ഇത് തിരിച്ചു പിടിക്കുമെന്ന് പറയേണ്ട മുഖ്യമന്ത്രി കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് പറയാ അത് മുമ്പ് ചെയ്തതാണ്, അത് ഞങ്ങൾ ഇടപെടില്ല. എന്താണ് ഈ ഗവൺമെന്റിന്റെ നയമെന്താ? ഹൈദരാബാദിലും JNUവിലും വിക്ടോറിയയിലും മഹാരാജാസിലും നെഹ്റു പാമ്പാടി കോളേജിലും ടോംസിലും SFI കാണിക്കുന്ന ആവേശം എന്തുകൊണ്ട് ലോ അക്കാഡമിയുടെ ബോർഡ് കാണുമ്പോൾ ചോർന്നു പോകുന്നുവെന്ന് അവസാന ഭാഗം ഇടവേളയ്ക്ക് ശേഷം. കേരള സമിറ്റ് അന്വേഷിക്കുന്നത് ലോ അക്കാഡമി സമരത്തിൽ SFI ഒറ്റുകൊടുക്കുകയായിരുന്നു, അതല്ല SFI നേടിയത് മികച്ച ഒത്തുതീർപ്പ് ഫോർമുലയായിരുന്നു എന്നാണ്. യെസ്, നിങ്ങൾ ഈ പറയുന്ന കൊടികളൊക്കെ മാറ്റിവെച്ച് ചിന്തിക്കുക. അവിടെ നടക്കുന്നത് വിദ്യാർത്ഥി സമരമാണ്. വിദ്യാർത്ഥികൾ ഒരാവശ്യത്തിന് വേണ്ടി, അവിടെ ന്യായമായിട്ടുള്ള ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടി വിദ്യാർത്ഥികൾ എല്ലാ രാഷ്ട്രീയവും മാറ്റിവെച്ച് സമരം ചെയ്യുന്നു. ആ ഘട്ടത്തിൽ ആ സമരത്തിൽ ഉന്നയിക്കുന്ന പല ആവശ്യങ്ങളിലും വിട്ടുവീഴ്ച വരുത്തിക്കൊണ്ട് ആ സമരത്തിൽ നിന്ന് മാനേജ്മെന്റ് ആ ഒരു സമരത്തെ അംഗീകരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കുന്നു. ആ സമരത്തെ ഇഗ്നോർ ചെയ്തതാണ് മാനേജ്മെന്റ് ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരം. ആ സമരം ഒരുപക്ഷെ കോളേജിൽ ഒതുങ്ങി പോകുമായിരുന്ന സമരത്തിനെ വലിയ പ്രശ്നമാക്കി മാറ്റിയത് മാനേജ്മെന്റും അവിടുത്തെ പ്രിൻസിപ്പാലും സ്വീകരിച്ച നടപടികളാണ്. ആ നടപടികളെ അംഗീകരിക്കുന്ന രീതിയിലേക്ക് മറ്റു സംഘടനകളെ കൊണ്ടുവരാനുള്ള ഒരു രീതിയല്ലേ SFI എടുത്തിരിക്കുന്ന നടപടി കൊണ്ട് നടക്കാൻ പോകുന്നത്. വിദ്യാർത്ഥികൾ ന്യായമായ ഒരു ആവശ്യത്തെ ഉന്നയിച്ചു. അവിടെ നടക്കുന്ന ഇല്ലീഗൽ ആയിട്ടുള്ള പ്രാക്ടീസുകൾ, അവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ ആ കോളേജിനെ സംബന്ധിച്ച അഫിലിയേഷൻ രേഖകൾ പോലും കാണാനില്ല അത്ര. ഈ രീതിയിൽ ഭൂമി കയ്യേറ്റം, ഇന്റേണൽ മാർക്കുകളുടെ പ്രശ്നം, ജാതിപ്പേര് വിളിച്ച് അധിക്ഷേപിക്കുന്ന പ്രശ്നം, ഇത്തരത്തിൽ പൊതുസമൂഹം ഭയപ്പെടുന്ന ഒരു വിദ്യാർത്ഥി സമൂഹത്തെ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ നിൽക്കുമ്പോൾ വിദ്യാർത്ഥി സമൂഹം ഒന്നായിട്ട് സമരം ചെയ്യണം. ന്യായമായിട്ടുള്ള ആവശ്യമാണ്. ആ ന്യായമായിട്ടുള്ള ആവശ്യത്തിൽ കൊടികൾ മാറ്റിവെച്ചുകൊണ്ട് സമരം ചെയ്ത ആൾക്കാരെ അഭിനന്ദിക്കുന്നതിന് പകരം അതിൻ്റെ അകത്ത് നിന്ന് ഒരു പ്രത്യേക ഘട്ടത്തിൽ മാറിപ്പോവുക, അവർ മാനേജ്മെന്റുമായിട്ടൊരു തീർപ്പ് ഫോർമുല. മാത്രമല്ല ഈ തിങ്കളാഴ്ച സമരം നടക്കുമ്പോൾ അല്ലെങ്കിൽ തിങ്കളാഴ്ച ഈ സമരം നീണ്ടുപോവുകയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് SFI അവിടെ ക്ലാസ് നടത്താൻ അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കുമെന്നാണ്. ശരിയല്ല അഫ്സൽ? നോക്കൂ, ഇത്രയും വലിയ വിഷയം, ഒരു കാര്യം കൂടി പറയാം. ഇത്രയും വലിയ വിഷയങ്ങൾ പറയുമ്പോഴും CPMന്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ സാർ പറയുന്ന കാര്യം പിള്ളേര് കളിയാണെന്ന്. ഇത് രാഷ്ട്രീയ സമരമല്ല എന്നാണ്. ഇത് രാഷ്ട്രീയ സമരമല്ലെന്ന്. കാറ്റിലും പ്രണയത്തിലും വരെ രാഷ്ട്രീയമുണ്ടെന്ന് പറയുന്ന SFIയുടെ പീതപുഷ്പങ്ങൾ മറക്കരുത്. കാറ്റിലും പ്രണയത്തിലും വരെ രാഷ്ട്രീയമുണ്ടെന്ന് പറയുന്ന SFIയുടെ കമ്മ്യൂണിസത്തിന്റെ ആദർശത്തിന്റെ വക്താക്കൾ പറയാണ് വിദ്യാർത്ഥി സമരത്തിൽ രാഷ്ട്രീയമില്ല എന്ന്. അതിനെ ഏത് രീതിയിൽ SFIക്ക് ന്യായീകരിക്കാൻ സാധിക്കുക? അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എല്ലാ ആളുകളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പോവുക എന്നുള്ളതാണ് സുഹൃത്ത് ചോദിച്ചതെങ്കിൽ ഞങ്ങൾ പറഞ്ഞു ABVPയുമായി കൂട്ടുചേർന്നുകൊണ്ട്, ഇന്ത്യയിലെ ഒരു വർഗീയ സംഘടനയുമായി കൂട്ടുചേർന്നുകൊണ്ട്
ഒരു സമരത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. സമരം നടത്തിയ സമയത്ത് ഞങ്ങൾ ഞങ്ങളുടെ അഭിപ്രായം പറയുന്നു. പിന്നെ ഈ സംയുക്ത സമരസമിതി എന്ന് പറയുന്നവർ ഇറങ്ങിപ്പോകുന്നു. ആ ഘട്ടത്തിലും ഇവിടെ SFIയുടെ സംസ്ഥാന സെക്രട്ടറി ഹോസ്റ്റൽ വിദ്യാർത്ഥിനികളുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. ചർച്ച നടത്തിയ സമയത്ത് അവരോട് സംസാരിച്ചു. മാനേജ്മെന്റ് ഇങ്ങനെ രാജിവെക്കില്ല എന്നുള്ളതാണല്ലോ പറയുന്നത്. അപ്പോൾ എന്താണ് ചെയ്യുക എന്നുള്ളത് ചോദിച്ച സമയത്ത് ചുരുങ്ങിയത് 5 വർഷമെങ്കിലും മാറി നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യപ്പെടണം എന്ന് ഹോസ്റ്റൽ വിദ്യാർത്ഥിനികളായിട്ടുള്ള ആളുകൾ പറയാണ്. ഒരു സെക്കൻഡ് ഞാൻ പറയട്ടെ. അതിനുശേഷം എന്താണ് ഇവർ ഇറങ്ങിപ്പോകുന്നു. പിന്നീട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പിറ്റേ ദിവസം ചർച്ച നടക്കുന്നു. പറയട്ടെ, പൂർത്തീകരിക്കാൻ സമയം തന്നെ. പിറ്റേ ദിവസം ചർച്ച നടക്കുന്നു. ചർച്ച നടക്കുന്ന സമയത്ത് അവിടെ എത്തിയ സമയത്താണ് മറ്റ് വിദ്യാർത്ഥി സംഘടനകൾ വിളിച്ചില്ല എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ഘട്ടത്തിൽ തന്നെ അവിടെയുള്ള ഒരു ഡയറക്ട് ബോർഡ് അംഗം മറ്റ് സംഘടനാ പ്രതികളെ വിളിച്ചു എന്നാണ് പിന്നീട് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തുകൊണ്ടാണ് SFI മാത്രം ആദ്യം വിളിക്കുകയും പിന്നീട് മറ്റ് സംഘടനകളെ പിന്നീട് വിളിക്കുകയും? SFI ആണ് തലേ ദിവസം ചർച്ചയിൽ കാര്യങ്ങൾ ഉന്നയിക്കുകയും പൂർണ്ണസമയം കാര്യങ്ങൾ അവിടെ കേട്ടിരിക്കുകയും ചെയ്തു. ABVP മറ്റ് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളാണ് ചർച്ച ചെയ്യുന്നത് SFI ആണ്. അതാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നം. അത് വേണ്ടപ്പെട്ടവരെ വിളിച്ച് അതിന്റെ ഉത്തരവാദിത്തം SFI കാണോ? അതിന്റെ ഉത്തരവാദിത്തം SFI കാണോ? ഉത്തരവാദിത്തം SFI കാണുക. ഇതിനേക്കാൾ അപ്പുറം നിങ്ങൾ എങ്ങനെയാണ് ഈ ഒത്തുതീർപ്പ് ഫോർമുല ഉണ്ടാക്കുക? ഈ 17 ഉടമ്പടിയും ഈ പുറത്താക്കലിന് പകരം രാജി നിങ്ങൾ ആവശ്യപ്പെടും. രാജി വെക്കില്ല ലക്ഷ്മി നായർ, നിങ്ങൾ എന്ത് ചെയ്യും? രാജിവെക്കില്ല എന്ന് പറഞ്ഞാൽ അതിന് ജാതി നിക്ഷേപം നടത്തിയിട്ടുള്ള വംശീയ ക്രിമിനൽ ഒഫൻസിന് ശിക്ഷ കേസ് ചുമത്തപ്പെട്ട ഒരാൾ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനം തുടരുക എന്നുള്ളത് ഇവർ നിയമവ്യവസ്ഥ അനുവദിക്കാത്തൊരു കാര്യമാണ്. പുറത്താക്കിയിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ സമ്മതിക്കുമായിരുന്നോ? പുറത്താക്കിയും സമ്മതിക്കണം. ഭൂമി കയ്യേറി എന്ന കേസുണ്ട്. അതിന് ഗവൺമെന്റ് ഇടപെട്ടുകൊണ്ട് നടപടി എടുത്താൽ ലക്ഷ്മി നായർ നിൽക്കേണ്ടടുത്ത് നിൽക്കും. നിങ്ങൾ കയറൂരി വിട്ടു. ഈ ഗവൺമെന്റ് കാണിക്കുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം. ഭൂമി കയ്യേറ്റം ഉൾപ്പെടെ സ്ഥലം വിഷയങ്ങള് നമുക്കറിയാം. 12 ഏക്കറോളം വരുന്ന ഭൂമിയിൽ ലക്ഷ്മി നായർ ക്വാർട്ടേഴ്സ് വെച്ച് അവിടെ താമസിക്കുക. ഇവിടുത്തെ ഗവൺമെന്റ് എന്ത് ഇടപെടാൻ പറ്റില്ലേ? ഗവൺമെന്റിന് ചോദ്യം ചെയ്തൂടെ? ആ ഭൂമി സർക്കാരിലേക്ക് തിരിച്ചു പിടിച്ചൂടെ? ആ കോളേജ് ഗവൺമെന്റ് ഏറ്റെടുക്കണമെന്നാണ് ABVP ആവശ്യപ്പെടുന്നത്. എന്ത് സംശയമില്ല. ഈ പൂനെയിൽ സമരം നടത്തിയ സമയത്ത് ഗജേന്ദ്ര ചൗഹാനെ മാറ്റണമെന്നൊരു ന്യായമായ ആവശ്യമാണ് വിദ്യാർത്ഥികൾ മുന്നോട്ട് വെച്ചത്. എന്തേ അന്ന് BJP അത് ചെയ്തില്ല? അല്ല സാർ, ഞാൻ BJPയുടെ വക്താവായിട്ടല്ല അവിടെ വന്നിരിക്കുന്നത്. ABVPയുടെ വക്താവാണ്. ആരെയും കണ്ടില്ല. ഞാനൊരു കാര്യം പറയട്ടെ. ഗജേന്ദ്ര ചൗഹാന്റെ ഇഷ്യൂവിലും JNUവിൽ നടന്ന ഇഷ്യൂവിലൊന്നും ABVP ഇടപെട്ടിട്ടില്ല എന്നൊന്നും ഒരു തരത്തിലും സാറിന് പറയാൻ പറ്റില്ലല്ലോ. ഗജേന്ദ്ര ചൗഹാൻ സംഘപരിവാർ കുടുംബത്തിലെ ഒരു അംഗമാണ് ABVP. പക്ഷേ നിങ്ങൾ ABVPയുടെ ഒപ്പമാണ്. അല്ല, അത് ഈ ഇല്ല. അങ്ങനെ കാണാൻ കഴിയില്ല. ഇന്നലെ ബഹുമാനപ്പെട്ട ശ്രീ ബിനോയ് വിശ്വം പറഞ്ഞ എനിക്ക് ജോയ്സിനെ ഈ സമയത്താണ് വേണ്ടത്. ശ്രീ ജോയ്സ്, നിങ്ങൾ ഇത് എങ്ങനെ ന്യായീകരിക്കും? പന്ന്യൻ രവീന്ദ്രനും ബിനോയ് വിശ്വവും ABVP അല്ലെങ്കിൽ BJP സമരപ്പന്തലിലേക്ക് പോകുന്ന ഒരു കാഴ്ച കേരളം കാണുമ്പോൾ അത് സ്വാഭാവികമായും CPIയുടേതാണെന്ന് പറയാം. ASF ABVPയുമായി പോകുന്നു, അതും നമുക്ക് കാണാം. ലക്ഷ്മി നായരും നാരായണൻ നായരും CPI നേതാക്കളെ കാണുന്നു. ഇന്ന് CPI മുൻകൈയെടുത്ത് ചർച്ച നടത്തണമെന്ന അഭിപ്രായവുമായിട്ട് മുന്നോട്ട് വരുന്നു. അല്ല, അതിന്റെ വാർത്തകൾ പുറത്തു വന്നത് കാനം രാജൻ AKG സെന്ററിൽ ആദ്യം പോയി. പിന്നീട് ഈ സമരം അതിന്റെ അവസാന ഘട്ടത്തിൽ എടുക്കുന്ന സമയത്താണ് കാനം രാജൻ തന്നെ പോയി കാണുന്നത്. ഈ സമരവുമായി ബന്ധപ്പെട്ട ഇത് പരിഹരിക്കാൻ ഇത്രേ ഉള്ളൂ. ലക്ഷ്മി നായർ വന്ന് കണ്ടിരുന്നെങ്കിൽ പ്രശ്നം ഒഴിവാക്കാൻ. ലക്ഷ്മി നായർ വരുന്നു, കാനം രാജേന്ദ്രൻ പറയുന്നു, എന്നാ പിന്നെ ഒത്തീർപ്പാവാം. ഇല്ല, ഒത്തീർപ്പാകാമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. എന്താണ് ഒരു വിട്ടുവീഴ്ച സമരത്തിൽ വന്നു എന്നുള്ളൊരു കുറ്റായിട്ടൊന്നും കാണരുത്. നിലവിലുള്ള ഈ 17 ഒത്തുതീർപ്പ് കണ്ടീഷനുകൾ ഉണ്ടല്ലോ, ഇതിൽ എവിടെയാണ് നിങ്ങൾക്ക് വിയോജിപ്പുള്ളത്? ആദ്യത്തെ 2 ഭാഗം ഒഴിച്ചാൽ. ഇല്ല സാർ, ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് SFI ആയിട്ട് വിയോജിക്കേണ്ട വിഷയങ്ങളില്ല. ഇവിടെ ASFനായിട്ടും KSU ആയിട്ടും SIO ആയിട്ടും എല്ലാ MSF ആയിട്ടും ഒക്കെ ഞങ്ങൾക്ക് ഒരുമിച്ച് എന്റെ സംശയമില്ല. ഈ ഒത്തുതീർപ്പിന് നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റാത്തത് ആദ്യത്തെ 2 ക്ലോസ് ഒഴിച്ചു നിർത്തിയാൽ അംഗീകരിക്കാൻ പറ്റുമല്ലോ? അല്ല, ആദ്യത്തെ ഈ രാജി എന്നുള്ള വിഷയത്തിൽ ഞങ്ങൾ യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും നിൽക്കില്ല. ഈ രാജിയാണ് ഇപ്പോഴും ASFന്റെ മുമ്പിലെ പ്രധാനപ്പെട്ട രാജി വെക്കുക തന്നെയാണ് ആദ്യം മുതൽ. ഈ രാജി അവർ വെക്കുന്നില്ലെന്ന് കരുത്, എന്ത് ചെയ്യും? സമരം മുന്നോട്ട് പോകും. അങ്ങനെയാണെങ്കിൽ 5 വർഷത്തേക്ക് ലോ കോളേജിൽ, ലോ അക്കാഡമിയിൽ ലക്ഷ്മി നായർ വരില്ല. അധ്യാപികയായിട്ട് പോലും ഉണ്ടാവില്ല. ഇന്റേണൽ നിയന്ത്രിക്കാൻ പോലും അവർ വരില്ല. അതൊരു വലിയ വിജയമല്ലേ? അല്ല, ഇനി ഒരിക്കലും അവർ ആ കലാലയത്തിന്റെ പ്രധാന അധ്യാപിക ആകരുതെന്നാണ് ASFന്റെ നിലപാട്. ഞാനൊരു സാങ്കല്പികമായ ചോദ്യം ചോദിക്കുക. ജോയ്സിന്റെ ആ വാദം പൊളിഞ്ഞു പോകുന്നത് ഇവിടെയാണ്. അവർക്ക് PhD ഉണ്ട്. അവർ ലോയിൽ 1ാം റാങ്ക് കിട്ടിയ സ്ത്രീയാണ്. സർവകലാശാലയുടെ ചട്ടങ്ങളനുസരിച്ച് LLBയും LLMും പാസ്സായി ഗവേഷക ബിരുദമുള്ള ഒരു സ്ത്രീയാണ്. ഇവർക്ക് നിലവിലുള്ള സർവകലാശാല ചട്ടമനുസരിച്ച് ഏതെങ്കിലും സർവകലാശാലകളിൽ പഠിപ്പിക്കാം. കേരള സർവകലാശാലയുടെ ലോ ഡിപ്പാർട്ട്മെന്റിൽ ഇവർ പഠിപ്പിക്കാൻ വന്ന് ലോ ഡിപ്പാർട്ട്മെന്റിന്റെ HOD ആവുകയും അതുവഴി ഡീൻ ആവുകയും ചെയ്താൽ നിങ്ങൾ എന്ത് ചെയ്യും?
അല്ല ഞങ്ങൾ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്ന അല്ല എന്ത് ചെയ്യും? ഏത് ഈ ലോ അക്കാദമിയുമായി ലോ ബന്ധപ്പെട്ട അക്കാദമിയുമായിട്ട് ബന്ധപ്പെട്ടല്ല. അല്ല സാർ, അവര് അവരുടെ ഇപ്പൊ അക്കാദമിക് ഇപ്പൊ വിഷയങ്ങളിലൊന്നും ഇപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ ഞാൻ വലിയ പറയുന്നു സാർ, പ്രശ്നമില്ല. ഇവരിപ്പോ പ്രൈവറ്റ് സ്ഥാപനത്തിന്റെ HOD ആണ്. നാളെ സർവകലാശാലയുടെ HOD ആവാൻ ഇവർക്ക് നിയമപരമായ ക്വാളിഫിക്കേഷൻ ഉണ്ട്. അല്ല ക്വാളിഫിക്കേഷൻ അവർ ഡിസ്ക്വാളിഫൈ ആകുന്നത് എങ്ങനെ ഞാൻ ചെയ്യും? പറഞ്ഞേക്കാം. അല്ല സാർ, എങ്ങനെ അവർ disqualify ചെയ്യും? ഡിസ്ക്വാളിഫൈ എങ്ങനെ disqualify ചെയ്യും? ഇതിലാണ് എന്താണ് സാർ? SFI-യുടെ പ്രസക്തമായ ഭാഗം സർ. Yes. ഇതിലാണ് SFI-യുടെ പ്രസക്ത ഭാഗം. ഇതാണ് SFI-യുടെ point. ഞാൻ ഇതിനു വേണ്ടിയാണ് ഇത്രയും നേരം കാത്തിരുന്നത്. Come on, നയം മാറുക come on, എന്നതാണ് sir. വിഷയം. Come on, അല്ലാതെ sir. ഒരു സ്ത്രീ അവിടെ നിന്ന് മാറി എന്നാൽ വിഷയങ്ങൾക്ക് പരിഹാരം കാണില്ല. നയം മാറിയാൽ മാത്രമേ വിദ്യാർത്ഥികളുടെ പീഡനം അവസാനിക്കൂ. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇന്റേണൽ മാർക്ക് വിഷയമായാലും അറ്റൻഡൻസ് ആയാലും മറ്റേത് വിദ്യാർത്ഥികൾ പീഡനത്തിന് ഇരയാവുന്ന ഘട്ടത്തിലായാലും അത് ഉണ്ടാവാൻ വേണ്ടി പാടില്ല എന്ന അഭിപ്രായമാണ് ഞങ്ങളുടെ SFI ഇവിടെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. സ്വീകരിച്ചിരിക്കുന്നത് ആ തരത്തിൽ പ്രായോഗികതയുടെ ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ്. അടുത്ത കാലത്ത് SFI നേടിയെടുത്ത സമരത്തിലെ ഏറ്റവും പ്രായോഗികമായ വശങ്ങൾ ഉൾക്കൊള്ളുന്ന ഒന്നാണ്. ഇതിനപ്പുറം നിങ്ങൾക്ക് ഒന്നും നേടാൻ പറ്റില്ല. ഇതിൽ കമന്റ് വന്ന് വെക്കുന്ന ഒരു പ്രേക്ഷകൻ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, ഡയലോഗ് അടിക്കാതെ ഇതിനപ്പുറം ഒരെണ്ണം നേടിയെടുത്ത് കാണിക്കണം സാർ. ഇവിടെ ഗവൺമെന്റിന്റെ സമീപനം എന്താ സാർ? ഞങ്ങൾക്ക് പ്രയാസമുണ്ട്. കേരളത്തിൽ ഗവൺമെന്റിന്റെ സമീപനം എന്താ? ഈ ചുരുങ്ങിയ കാലം കൊണ്ട് നെഹ്റു കോളേജിനെ ഗവൺമെന്റ് സംരക്ഷിക്കുന്നു, ഇവിടെ ടോംസ് കോളേജിനെ ഗവൺമെന്റ് സംരക്ഷിക്കുന്നു, ഇന്ന് ലോ അക്കാദമിയെ സംരക്ഷിക്കുന്നു. ഇതേ മുഖ്യമന്ത്രി പല ക്യാമ്പസുകളിൽ ചെന്ന് എന്തിനേറെ പറയുന്നു. കഴിഞ്ഞ ദിവസം കോഴിക്കോട് ദേവഗിരി കോളേജിൽ വന്ന് പറയുന്നു, ഞങ്ങൾ ഇവിടെയുള്ള നയങ്ങൾ മാറ്റണം, ഇത് ശരിയാക്കണം, ശരിയല്ല. ഈ ശരിയാക്കണം, ശരിയല്ല എന്ന് പറയുന്ന മുഖ്യമന്ത്രി തന്നെയല്ലേ സാർ ഈ 3 കോളേജുകളെയും സംരക്ഷിച്ചു പോകുന്നത്? ഈ സ്വാശ്രയ കോളേജുകൾ ഈ കേരളത്തിന്റെ മണ്ണിൽ ആരാ കൊണ്ടുവന്നത്? സർക്കാരിനെ കൊണ്ട് നിങ്ങൾ ഒരു തീരുമാനം എടുപ്പിക്കുക. അതായത് ഈ അഫിലിയേഷൻ അടുത്ത വർഷം മുതൽ പുതിയ അഡ്മിഷൻ ഈ ലോ അക്കാദമിയിലേക്ക് നിലവിലുള്ള സാഹചര്യത്തിൽ നൽകാത്ത വിധത്തിലേക്ക് നിങ്ങൾ സമ്മർദ്ദം ചെലുത്തി സർക്കാരിനെയും സർവകലാശാലയെയും സമ്മർദ്ദത്തിലാക്കിയിരുന്നെങ്കിൽ ഈ അഭിപ്രായം ഇങ്ങനെ ആകില്ലായിരുന്നു. നമ്പർ 1. നമ്പർ 2, നിങ്ങൾക്കിത് സർക്കാരിനെ കൊണ്ട് ഏറ്റെടുപ്പിച്ചൂടെ? ഇതുമായി ബന്ധപ്പെട്ട് ഇതുമായിട്ടൊരു ഒരു കാര്യം പഠനം പറയാൻ നടത്താതെ അനക്കിപ്പോ ഇവിടെ വന്നൊരു അഭിപ്രായം പറയാൻ വിദ്യാഭ്യാസ മന്ത്രി ഒരു യോഗം വിളിക്കുന്ന വിദ്യാർത്ഥി സംഘടനകളുടെ എല്ലാം അതിനകത്ത് പറയുന്നത് ഉപസമിതി റിപ്പോർട്ട് വരട്ടെ, ഉപസമിതി റിപ്പോർട്ട് വന്നതിന് ശേഷം കൃത്യമായി ഇത് പരിഹരിച്ചു തരും എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത്. പിന്നീട് വിദ്യാഭ്യാസ മന്ത്രി അതുമായി ബന്ധപ്പെട്ട ഉപസമിതി റിപ്പോർട്ട് വന്നു. പിന്നീട് ഒരു ചർച്ചയെ പറ്റി ആലോചിക്കുന്നേ ഇല്ല. പിന്നീടാണ് ഈ വിഷയം പിന്നീട് വിദ്യാഭ്യാസ മന്ത്രി പിന്നീട് അത് വരുന്നത്. അഫിലിയേഷൻ ചർച്ച ചെയ്യപ്പെടേണ്ട പോവാണ്. ഈ ലക്ഷ്മി നായരിൽ മാത്രം നമുക്ക് ചർച്ച ഒതുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അഫിലിയേഷൻ ചർച്ച ചെയ്യപ്പെടണം. അവിടെ 12 ഏക്കർ വരുന്ന ഭൂമിയുടെ വിഷയം ചർച്ച ചെയ്യപ്പെടണം. ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ട് ABVP ഉന്നയിക്കുന്ന ഏറ്റവും വലിയ ആവശ്യം ഇതൊക്കെ തന്നെയാണ്. രാജിവെക്കണം, ലക്ഷ്മി നായർ രാജിവെക്കണം, സ്ഥലം ഗവൺമെന്റ് ഏറ്റെടുക്കണം, ആ കോളേജ് അത് ഗവൺമെന്റ് ഏറ്റെടുക്കണം. അഫിലിയേഷൻ ഇല്ലാത്തൊരു കോളേജ് എങ്ങനെയാ ഈ സെക്രട്ടേറിയറ്റിന്റെ ഇത്ര വെളിപ്പാടകൽ എങ്ങനെ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ഇവിടെ കൊണ്ടുവന്നവനും കൊണ്ടു നടക്കുന്നവനും ചിന്തിക്കണം. ഈ ചർച്ച കാണുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരു കാര്യം ഒരുപക്ഷെ ബോധ്യമായിട്ടുണ്ടാകും. സ്വാശ്രയം എന്ന വാക്കിന്റെ അർത്ഥം അതിന്റെ അർത്ഥതലത്തിൽ അന്വേഷിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു വൈരുദ്ധ്യമാണ്. ആരുടെ ആശ്രയമാണ് സാർ ഈ സ്വാശ്രയം? പഠിക്കുന്ന വിദ്യാർത്ഥികളുടെയോ അതോ പഠിപ്പിക്കുന്ന മാനേജ്മെന്റിന് സ്വന്തം നിലയ്ക്ക് നിൽക്കാനുള്ള ആശ്രയമോ? എന്തുകൊണ്ടാണ് മാനേജ്മെന്റുകൾ കയറൂരി പോകുന്നത് എന്ന ചോദ്യത്തിന്റെ ഏറ്റവും നല്ല ഉദാഹരണം ഈ ചർച്ചയിൽ തന്നെ തെളിഞ്ഞിട്ടുണ്ട്. ഒരുമിച്ച് നിൽക്കില്ല വിദ്യാർത്ഥികൾ.